today for the Achievement Day of St. Joseph's College. It is a moment of great pride, not just for the students, but also for the whole college that had molded their minds. We all know that a great deal of hard work and diligence goes into each and every achievement. It is a matter of great privilege for all of us to be a part of this program and to felicitate them. Now I invite Father Shaiju Peter, Vice Principal St. Joseph's College, for the welcome speech. വേദിയിലിരിക്കുന്ന ഏറ്റവും വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ കോളേജിൻ്റെ അഭിമാനവും അതോടൊപ്പം തന്നെ ഭാവിയുടെ വാഗ്ദാനങ്ങളുമായിരിക്കുന്ന റാങ്ക് ഹോൾഡേഴ്സും വിവിധ മേഖലകളിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അവരുടെ രക്ഷിതാക്കളെ, സ്നേഹം നിറഞ്ഞ സ്റ്റുഡൻസ്, വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് നമ്മളെല്ലാവരും ഇവിടെ ആയിരിക്കുന്നതെന്നറിയാം. സെൻറ്റ് ജോസഫ് കോളേജിൻ്റെ ചരിത്രത്തിൻ്റെ താളുകളിൽ ഒരു വലിയ വിജയക്കുറിപ്പുകൾ രേഖപ്പെടുത്തിയതിൻ്റെ ആഘോഷം കൊണ്ടാടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ റാങ്കുകൾ കരസ്ഥമാക്കിക്കൊണ്ടും ആർട്സ് സ്പോർട്സ് വിഭാഗങ്ങളിൽ വ്യക്തിപരമായും ഗ്രൂപ്പുപരമായും വിവിധങ്ങളായിട്ടുള്ള സമ്മാനങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടും നമ്മുടെ വിദ്യാർത്ഥികൾ നമ്മുടെ ഈ കോളേജിനും നാടിനും യൂണിവേഴ്സിറ്റിക്കും തന്നെ അഭിമാനമായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ അനുമോദിക്കുന്ന ഈ ഒരു ചടങ്ങ് ഏറ്റവും അഭിമാനത്തിൻ്റെതായൊരു ചടങ്ങാണ്, ഏറ്റവും സന്തോഷത്തിൻ്റെതായിട്ടൊരു ചടങ്ങാണ്. അതോടൊപ്പം നമുക്കൊക്കെ കൂടുതൽ പ്രചോദനം നൽകുന്ന ഒരു ചടങ്ങുമായിട്ട് മാറുകയാണ്. വിജയികളെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ വിജയത്തിന് പിന്നിൽ ഒരുപാട് കഠിനാധ്വാനമുണ്ട്. അതുകൊണ്ടാണ് നെൽസൺ മണ്ടേല പറയുന്നത്, എ വിന്നർ ഈസ് എ ഡ്രീമർ ഹു നെവർ ഗിവ്സ് അപ്പ്. ഒരു വിജയി ഒരു സ്വപ്നാന്വേഷിക്കുകയാണ്, അല്ലെങ്കിൽ സ്വപ്നാടനം നടത്തുന്നയാളാണ്. ഒരിക്കലും അവൻ്റെ സ്വപ്നത്തെ ഉപേക്ഷിക്കുന്നില്ല, മറിച്ച് ആ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ വിജയികളായിരിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം യഥാർത്ഥത്തിൽ അവർക്ക് സ്വപ്നമുണ്ടായിരുന്നു. 3 വർഷം തങ്ങളുടെ ഡിഗ്രി ഇവിടെ പഠിക്കുമ്പോൾ, 2 വർഷം തങ്ങളുടെ PG കോഴ്സിലൂടെ പൂർത്തിയാക്കുമ്പോൾ, കലയിലും സാഹിത്യത്തിലുമൊക്കെ പ്രവർത്തിക്കുമ്പോൾ അവരുടെ സ്വപ്നം അച്ചീവ് ചെയ്യുവാൻ വേണ്ടി അവർ ആത്മാർത്ഥമായിട്ട് യത്നിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ വിജയം കരസ്ഥമാക്കാനായിട്ട് അവർക്ക് സാധിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഈ വിജയികളായിട്ടുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റി തലത്തിൽ നമുക്ക് BSWനും MSWനും BCAയിലും റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്. ആർട്സ് മേഖലയിലും സ്പോർട്സ് മേഖലയിലും പ്രാവീണ്യം തെളിയിച്ചവരുണ്ട്. ഇവരെല്ലാം നമുക്ക് ആദ്യം തന്നെ നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ അവരെ ഊഷ്മളമായി അനുമോദിക്കാം. ഈ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ദൗത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ KC മുരളീധരൻ സാറാണ്. സാറിനെ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു കോളേജിൻ്റെ വിദ്യാഭ്യാസ ഘടനയിൽ മാത്രമല്ല, സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ എല്ലാ വിദ്യാർത്ഥികളും നല്ല നിലയിൽ നല്ല അച്ചീവ്മെന്റ് നേടണമെന്ന് ആഗ്രഹിക്കുകയും ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നേതൃത്വത്തിന്റെ ഔന്നിത്യം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ ഒരു വലിയ സംഗമത്തിന്റെ അധ്യക്ഷ പദവിക്ക് അലങ്കരിക്കുന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മുരളീധരൻ സാറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഈ ഒരു പരിപാടിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിന്നേഴ്സ് ഡേ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കണ്ണൂർ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ ശ്രീമതി N. സുകന്യ മേഡമാണ്. നമ്മൾ ഈ സുകന്യ മേഡത്തെ കാത്തുകൊണ്ട് ഇത്രയും നേരം ഇരിക്കുകയായിരുന്നു. നമുക്കറിയാം, അക്കാഡമിക് തലത്തിലും അതോടൊപ്പം തന്നെ സാംസ്കാരിക കലാരംഗങ്ങളിലുമൊക്കെ ശ്രദ്ധേയമായ മാനം കുറിക്കുവാനായിട്ട് സുകന്യ മേഡത്തിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു അഭിമാന നിമിഷം പങ്കുവെക്കുവാൻ നമ്മൾ തിരഞ്ഞെടുത്തതും അതുകൊണ്ട് സുകന്യ മേഡത്തെ തന്നെയാണ്. അപ്പോൾ സ്നേഹപൂർവ്വം ക്ഷണിച്ചപ്പോൾ ഈ തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേരാമെന്ന് യാതൊരു വൈമനസ്യം കൂടാതെ സമ്മതിക്കുകയായിരുന്നു. അതുപോലെ തന്നെ എത്തിച്ചേരുകയും ചെയ്തു. ഏറ്റവും സ്നേഹപൂർവ്വം സുകന്യ മേഡത്തെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടന പരിപാടികൾക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വേദിയിലിരിക്കുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മാനേജറച്ചനായ
ഡോക്ടർ ക്ലാരൻസ് പാലിയത്തച്ഛനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ കോളേജിൻ്റെ തുടക്കം മുതൽ ഇന്ന് വരെയുള്ള ഓരോ പ്രവർത്തനങ്ങളെയും ലക്ഷ്യബോധത്തോടു കൂടി നയിച്ചുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട ക്ലാരൻസ് പാലിയത്തച്ഛനാണ്. അച്ഛനാണ് ഈ സ്ഥാപനത്തിന് ഊടും പാവം ഇട്ടുകൊണ്ട് ഇതിനെ നെയ്തെടുത്തത്. അതിന് ഇന്നത്തെ ഈ ഒരു വിജയത്തിൻ്റെ ശൃംഖലയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി അച്ഛൻ്റെ പരിശ്രമം വളരെ വലുതായിരുന്നു നമുക്ക് അഭിമാനപൂർവ്വം പറയാനായിട്ട് സാധിക്കും. അച്ഛനെ ഈ ഒരു പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട റാങ്ക് ഹോൾഡേഴ്സ് ഉണ്ട്, നമ്മുടെ ആർട്സ് മേഖലകളിൽ സമ്മാനം വാരിക്കൂട്ടിയ കുട്ടികളുണ്ട്, സ്പോർട്സ് മേഖലയിൽ വാങ്ങിയവരുണ്ട്. അവരൊക്കെ ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇവിടെ ആയി എന്നുള്ളതാണ്. കാരണം കലാലയത്തിൽ നിന്ന് ഒരിക്കലും കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പോയാലും എപ്പോഴും അതിനോടൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ട് എന്നുള്ളത് അവരിന്ന് കാണിച്ചു തരികയാണ്. മാത്രമല്ല അവരുടെ കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഈ ഒരു വിജയഗാഥയ്ക്ക് അംഗീകാരം നൽകുമ്പോൾ അവർ സ്നേഹപൂർവ്വം ക്ഷണിച്ചപ്പോൾ അവരുടെ രക്ഷിതാക്കളടക്കം ഇവിടെ എത്തുകയായിരുന്നു. ഏറ്റവും സ്നേഹത്തോടു കൂടി നിങ്ങളുടെ ഈ വലിയ ഒരു അച്ചീവ്മെന്റിന് ഒത്തിരി നന്മകളും സ്നേഹങ്ങളും ആശംസിക്കുവാനായിട്ട് ഈ ഒരു യോഗത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം എല്ലാ വിന്നേഴ്സിനെയും ഞാൻ സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. നമ്മുടെ യൂണിയൻ ഭാരവാഹികളും യൂണിയൻ മെമ്പേഴ്സും ഇവിടെയുണ്ട്. ഏറെ പ്രത്യേകമായിട്ട് അവരെയും ഈ നിമിഷം നമ്മുടെ ഈ ഒരു പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഫെലിസിറ്റേഷൻ പ്രോഗ്രാമിന് വേണ്ടി ആശംസകൾ സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോൺസൺ സെമേറ്റി അച്ഛനാണ്. നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സിനെ അഭിനന്ദിച്ച് സംസാരിക്കുക. അച്ഛൻ നമ്മുടെ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളായിട്ട് സേവനം ചെയ്യുകയായിരുന്നു. അച്ഛൻ ഇപ്പോൾ സോഷ്യൽ വർക്കിന്റെ HOD ആയിട്ട് ഇവിടെ ഉണ്ട് നമ്മുടെ കൂടെ. മാത്രമല്ല ഈ ഒരു കഴിഞ്ഞ 5-6 വർഷക്കാലം ഈ ഒരു പ്രസ്ഥാനത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നതിന് മുഖ്യമായി പങ്കുവച്ചൊരു വ്യക്തിത്വമാണ് ഫാദർ ജോൺസൺ സെമേറ്റി. അച്ഛനെ ആശംസകളൊക്കെ സംസാരിക്കുന്നതിന് വേണ്ടി ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഫൈൻ ആർട്സിന്റെ വിദ്യാർത്ഥികളെ അനുമോദിച്ച് സംസാരിക്കുക മിസ്റ്റർ ദിലീപ് PT സാറാണ്. സാറിന്റെ കഠിനമായൊരു പ്രയത്നം, പ്രചോദനം ഈ കുട്ടികൾക്ക് ഈ ഒരു അച്ചീവ്മെന്റ് നേടുവാനായിട്ട് സഹായിക്കുകയായിരുന്നു. അപ്പം അവരോടൊത്തായിരുന്നു കൊണ്ട് അവരോട് കൂടെ നടന്നുകൊണ്ട് ഈ ഒരു മേഖലയിൽ അവരെ സപ്പോർട്ട് ചെയ്യാണ്ട് സാറിന് സാധിച്ചു എന്നുള്ളതാണ്. സാറിനെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കുന്നു. സ്പോർട്സിൽ പേര് ആരുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ രജേഷ് സാറിന്റെ പേര് പറയുമായിരിക്കും. നമ്മുടെ PT സാറാണ് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികളെ കൂടുതലായിട്ട് കായിക വിഭാഗങ്ങളിൽ ശക്തരാക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തതെന്ന രജേഷ് സാറാണ് കായിക വിജയികൾക്ക് ആശംസകൾ സംസാരിക്കുന്നത്. സാറിനെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ യൂണിയൻ ചെയർമാൻ അബ്ദുൽ വാഹിദ് ഇവിടെ സന്നിഹിതനാണ്. ആശംസകളുമായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ അനുമോദിക്കുവാനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ ചെയർമാനെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ഒരു പരിപാടിയുടെ വോട്ട് ഓഫ് താങ്ക്സ് നൽകുന്നത് നമ്മുടെ സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി രാജി CN ആണ്. രാജി മാഡത്തെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ ഒരു പരിപാടിയുടെ ഔദ്യോഗിക ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഞാൻ അധികം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സ്വാഗതം ചെയ്യുന്നില്ല. നമ്മുടെ വിജയികളുണ്ട്, അവരുടെ മാതാപിതാക്കളുണ്ട്, നമ്മുടെ സ്റ്റാഫുണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട്, അതോടൊപ്പം തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായ പലരുമുണ്ട്, ആർട്സ് മേഖലയിലുള്ളവരുണ്ട്, സ്പോർട്സിൽ വിജയികളായവരുണ്ട്. എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ ഒരു നന്മയുടെ നിമിഷത്തിലേക്ക്, ഈ ഒരു അഭിമാനത്തിന്റെ നിമിഷത്തിലേക്ക്, ഈ സെന്റ് ജോസഫ് കുടുംബത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. Thank you, Father. For the presidential address, I would like to invite Dr. K.C. Muralidharan, Principal, St. Joseph College. Chief Guest of the Day, Sumati N. Suvenya, Syndicate Member, Tamil University. Once you know, Dr. Clarence Palliath, Manager, St. Joseph's College, former Principal, Corporate Manager of Kannur Diocese,
Father Johnson Smriti, Head of the Department of Social Work, Vice Principal Father Shaiju Peter, Abdul Wahid Union Chairman, Dilip PT, Finance Coordinator, Mr. Rajesh K, Head of the Department of Physical Education, and Staff Secretary, Ms. Rajesh CN, my dear students, university toppers, class toppers, finance winners, and sports winners, parents of the rank holders, toppers, each and every student here, let me greet you first. We all know that a college is possible only with the students. When students want education, they want an institution. All colleges are formed because of demand from the society, and our college is also a college like that. In 2005, it was established in a very old building with a few courses, and the same college is now having a student strength of 1,100 students with 67 teaching and supporting faculty, with new buildings being constructed to hold further programs. We have 9 UG programs and 3 PG programs, and 2 programs are pending university sanction but pending administrative approval with the state government of Kerala. So we have now here 12 university toppers from BSW, MSW and BCA. And for BCA, it is the first rank. And 2nd to 6th ranks, except third. 2nd rank, 4th rank, 5th rank and 6th rank for BSW. For MSW, we have 1 to first rank to 6th rank backed by our college. So total college toppers come to about 17 in number. About 50 fine arts winners of Kannur University Kalolsavam. We are celebrating their success here in this meeting. From sports field, we have 66 students here, various winners, football, cricket team, and also I would say കളരിപ്പയറ്റ് അതുപോലെ തന്നെയുള്ള മത്സരങ്ങളിലൊക്കെ വിന്നേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇതിൻ്റെ കൂടെ നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. കളരിപ്പയറ്റിലെ ഇൻഡിവിജ്വൽ വിന്നേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീമിൽ 2 പേരെ ഈ കോളേജിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഷഹബാസ് നിഹാൽ എന്നീ 2 വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പണ്ട് ഈ കോളേജിൽ കളിച്ച ഒരു വിദ്യാർത്ഥി, ആദ്യമായി ഒരു അൺഎയ്ഡഡ് കോളേജിൽ നിന്ന് പിന്നെ സെലക്ട് ചെയ്യപ്പെട്ട ഒരു വിദ്യാർത്ഥി, അദ്ദേഹം കേരള ക്യാപ്റ്റനായി മാറുകയും അതുപോലെ തന്നെ പല മത്സരങ്ങളിലും വലിയ നേട്ടങ്ങൾ കേരളത്തിന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് സെൻറ് ജോസഫ്സ് കോളേജിൽ ഒരു സീറ്റ് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രതിഭയെ നമുക്ക് കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ്. അന്നത് കണ്ടറിഞ്ഞ് ചെയ്തുകൊണ്ട് 1ാമത്തെ കൊല്ലം ഇവിടെ പഠിക്കുകയും 2ാമത്തെ കൊല്ലം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് എസ് കോളേജിലേക്ക് മാറിപ്പോവുകയും ചെയ്തു. കാരണം കൂടുതൽ സൗകര്യങ്ങൾ അവിടെ ആയതുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ പറയാനുള്ള ഒരു കാര്യം, സ്പോർട്സ് ഹോസ്റ്റലുകൾ, വോളിബോൾ, ഫുട്ബോൾ, ഇതിനൊക്കെ സ്പോർട്സ് ഹോസ്റ്റലുകളും സ്ഥിരം കോച്ചുകളും ഒക്കെ ഉള്ള കോളേജുകളോട് മത്സരിച്ചാണ് 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കോളേജ് 100 അല്ലെങ്കിൽ 80 വയസ്സ് പ്രായമുള്ള 200 കൊല്ലത്തോളം പഴക്കമുള്ള കോളേജുകളുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അവരോട് മത്സരിച്ച് ജയിക്കുന്നത്. അതുപോലെ തന്നെ കലാ മത്സര രംഗത്ത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് വളരെ അപൂർവമായ ഒരു വിജയം ഇംഗ്ലീഷ് വിദ്യാർത്ഥി നേടി. 1ാം വർഷ വിദ്യാർത്ഥിക്കാണ് ചെറുകഥ രചനയിൽ, ഇംഗ്ലീഷ് ചെറുകഥ രചനയിൽ MA PhD ഒക്കെ ഉള്ള കോഴ്സുകളുള്ള പല കോളേജുകളോട് മത്സരിച്ച് 1ാം സ്ഥാനം യൂണിവേഴ്സിറ്റിയിൽ കരസ്ഥമാക്കാനായിട്ട്. കളരിപ്പയറ്റിലെ അഞ്ജന സിൽവർ മെഡൽ, 2 ഗോൾഡ് മെഡൽസ് ആൻഡ് സിൽവർ മെഡൽസ് കളരിപ്പയറ്റിൽ
കിട്ടിയ കുട്ടിയാണ്. അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി നീന്തലിൽ ആര്യ CV PSWയിലെ 1ാം സ്ഥാനം ബ്രോൺസ് മെഡൽ നേടുകയുണ്ടായി. ഇതാണ് ഒരു വളരെ ചെറിയ രൂപത്തിൽ സ്പോർട്സിനെ കുറിച്ച് പറയാനുള്ളത്. ഫൈനാൻസിൻ്റെ കാര്യത്തിൽ കോൺസ്റ്റാന്റിൻ മാർട്ടിൻ എന്ന മാത്തമാറ്റിക്സ് വിദ്യാർത്ഥി തുടർച്ചയായി 2 കൊല്ലം ഗിത്താർ പാശ്ചാത്യ വിഭാഗത്തിൽ, പാശ്ചാത്യ സംഗീത വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടുകയുണ്ടായി. അപ്പം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കോളേജാണ് നമ്മുടെ കോളേജ്. ആ കോളേജിന് കോവിഡ് എല്ലാ സ്ഥാപനങ്ങളെയും കോവിഡ് ബാധിച്ച പോലെ നമ്മളെയും ബാധിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ അതേ കൃത്യമായ സമയത്ത് തന്നെ ഓൺലൈൻ കോഴ്സുകൾ നടത്തുകയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല ആ കാര്യത്തിൽ. പക്ഷെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു, രോഗങ്ങളുണ്ടായിരുന്നു, കുടുംബത്തിൽ പലരെയും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും, പിന്നെ ക്ലാസ് മുറി പഠനം കിട്ടാത്തൊരു വിഷമുണ്ടായിരിക്കും. അതുകൊണ്ടൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാലും അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ കൂടുതലധികം ശക്തിയോടുകൂടി ഈ രംഗത്ത് പിന്നെ മുന്നേറാൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് വളരെ വിശാലമായ രീതിയിൽ ഈ പ്രോഗ്രാം ഇന്ന് നടത്താൻ തീരുമാനിച്ചതും അതിൻ്റെ ഭാഗമായി തന്നെ അറിയപ്പെടുന്ന ഒരു പ്രഭാഷക, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പർ, അതുപോലെ തന്നെ ഒരു അധ്യാപിക, രാഷ്ട്രീയ രംഗത്തെ ശ്രദ്ധേയമായ വ്യക്തിത്വം, ഇതൊക്കെ ആയ സുകന്യ ടീച്ചറെ നമുക്ക് ഈ ചടങ്ങിന് കിട്ടിയത്. നമ്മുടെ മുന്നിൽ ഒരുപാട് പുതിയ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോളേജ്. ഇപ്പോൾ അക്കാദമികമായ മുന്നേറ്റത്തിന് ഏറ്റവും വേണ്ട കാര്യങ്ങളാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത്. കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ വേണം, ബിൽഡിങ്സ് വേണം. അതിൻ്റെ ഭാഗമായി നിർമ്മിച്ച ബിൽഡിങ്ങിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകത തന്നെ പ്രകൃതിയെ വളരെ കുറച്ച് മാത്രം ഉപദ്രവിച്ചും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ബിൽഡിങ്ങാണിത്. സിമെൻറ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല, കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രകൃതിയെ ഏറ്റവും കുറച്ച് പിന്നെ പ്രകൃതിക്ക് നാശം വരുത്തിക്കൊണ്ട് ഒരു ബിൽഡിങ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. LED ബൾബുകളാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് പ്രകൃതിക്ക് അനുസരിച്ച് നമ്മൾ വളരുക എന്നുള്ള ഒരു ബോധം വെച്ചുകൊണ്ട് ഒരു ഗ്രീൻ പ്രോട്ടോക്കോൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ ചില നടപടികൾ നമുക്ക് ഇതിലൂടെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. കൂടുതൽ പിന്നെ ഗ്രീൻ പ്രോട്ടോക്കോൾ പൂർണ്ണമായും പാലിക്കുന്ന ഒരു കോളേജായി മാറാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏതാണ് ഒരു നല്ല കോളേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉത്തരം മാറിക്കഴിഞ്ഞിരിക്കുന്നു. നല്ല കോളേജ് ഏറ്റവും കൂടുതൽ റാങ്കുകൾ നിൽക്കുന്ന കോളേജാണോ, അതോ പ്രകൃതിയെ തീർത്തും ഉപദ്രവിക്കാത്ത കോളേജാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭൂമിയുടെ ആയുസ്, ഭൂമിയുടെ മനുഷ്യൻ്റെ നിലനിൽപ്പ്, ജീവികളുടെ നിലനിൽപ്പൊക്കെ വെച്ച് നമുക്ക് പറയേണ്ടി വരും റാങ്കിനേക്കാൾ പ്രധാനം പ്രകൃതിയോട് ഒത്തുജീവിക്കുന്ന ഒരു കോളേജാണ് എന്നതാണ്. പ്രകൃതിയോട് ഒത്തുജീവിക്കുന്ന ഒരു കോളേജിൽ നിന്നും ജൈവ ബുദ്ധിജീവികൾ അല്ലെങ്കിൽ ഭൂമിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഭൂമിയുടെ രക്ഷ ആദ്യം, പിന്നെ മനുഷ്യരുടെ ജീവികളുടെ രക്ഷ, അത് കഴിഞ്ഞ് അക്കാദമിക്കായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അക്കാദമിക്കായ കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി കൂടി ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള ബോധം കുട്ടികൾക്ക് വളർത്തിക്കൊണ്ട് പിന്നെ സമൂഹത്തിൽ ചുറ്റുമുള്ള ആളുകൾക്ക് ആവുന്നത്ര സഹായം ചെയ്തുകൊണ്ട് മുന്നേറാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. നമ്മുടെ കോളേജിലെ ഏകദേശം 57% കുട്ടികൾ പെൺകുട്ടികളാണ്. ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് 57%. അതിൽ ഏകദേശം 80% കുട്ടികൾ റൂറൽ ഏരിയയിൽ വരുന്ന കുട്ടികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഗ്രാമപ്രദേശത്തിന് അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ട ഈ വിഭാഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ കോളേജ് പോകുന്നത്. NSS, യൂണിവേഴ്സിറ്റിയുടെ NSSന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. 18-19 കാലത്തെ ഏറ്റവും നല്ല യൂണിറ്റ് നമ്മുടെ യൂണിറ്റായിരുന്നു. യൂണിവേഴ്സിറ്റിയുടെ പ്രോജക്റ്റിൽ ചേർന്നുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീക്ക്, അതിഥിയായ ഒരു സ്ത്രീക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. ബെസ്റ്റ് NSS യൂണിറ്റ് ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അതുപോലെ തന്നെ ആ സമയത്ത് ബെസ്റ്റ് പ്രോഗ്രാം ഓഫീസറും
നമ്മളുടെ കോളേജിൽ നിന്നുള്ള സായിലാൽ എന്ന അധ്യാപകനായിരുന്നു. ഫ്ലഡ് കാലഘട്ടത്തിൽ 3 ലോറി സാധനങ്ങൾ നമുക്ക് പല സ്ഥലത്തും എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ പ്രദേശത്തുള്ള എല്ലാ ശേഖരണ വിതരണ സംവിധാനം പ്രവർത്തിച്ചത് നമ്മുടെ കോളേജിലാണ് എന്നുള്ളതൊക്കെ വളരെ അഭിമാനത്തോടുകൂടി ഓർക്കുന്നു, ഈ സമയത്ത് ഓർക്കുന്നു. ഇപ്പോൾ സ്പോർട്സ്, ആർട്സ്, അതുപോലെ അക്കാദമിക് മേഖലകളിൽ നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ വളരെയധികം ചെയ്യുന്നു. അതുപോലെ തന്നെ സർക്കാരിൻ്റെയൊക്കെ ഇന്നത്തെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ ഇന്നത്തെ ക്ലൈമാറ്റ് ചേഞ്ചിനെ കുറിച്ചൊക്കെയുള്ള അവബോധം ഉൾക്കൊണ്ടുകൊണ്ടാണ് കോളേജ് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതിനെല്ലാം പിന്തുണയും തരുന്ന മാനേജ്മെൻറ്റ്, അധ്യാപകർ എല്ലാവരോടും ഈ ഘട്ടത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരുമിച്ച് നിൽക്കുന്ന ഒരു കോളേജാണ്. എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ച് നിൽക്കുന്ന, കൂടുതൽ ഈ രംഗത്ത് മുന്നോട്ട് പോകേണ്ട ഒരു കോളേജാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. സുകന്യ ടീച്ചർ നമുക്ക് കിട്ടിയത് വലിയ ഒരു അഭിമാനമുണ്ട്. അതുപോലെ നമുക്ക് മറ്റൊരാളായിക്കൊണ്ട് സംസാരിക്കാനുള്ളത് ക്ലാരൻസ് അച്ഛനാണ്. ക്ലാരൻസ് അച്ഛൻ മുമ്പത്തെ പ്രിൻസിപ്പലാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്തൊക്കെ അറിയപ്പെടുന്ന ഒരാളാണ്, വലിയ വീക്ഷണമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള ബാക്കി മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പുരോഹിതന്മാരും ഈ കോളേജിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഒറ്റയ്ക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റക്കൈയായിട്ട് പ്രവർത്തിക്കുന്ന, ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളുടെ സഹായത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിച്ചിരുന്ന ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും അതുപോലെ തന്നെ പുരോഗതി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. Thank you, sir. Next, I invite our respected chief guest, Srimati N. Sukanya, syndicate member, Kannur University, for the inaugural speech. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കോളേജിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായിട്ടുള്ള ഡോക്ടർ KC മുരളീധരൻ സാർ, ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഫാദർ ഡോക്ടർ ക്ലാരൻസ്, നേരത്തെ ഇവിടുത്തെ മാനേജർ കൂടിയായിരുന്നു, നേരത്തെ പ്രിൻസിപ്പലും മാനേജറുമായിരുന്നു അദ്ദേഹം. അതുപോലെ സ്വാഗതം ആശംസിച്ച ഫാദർ ഷൈജു പീറ്റർ, വൈസ് പ്രിൻസിപ്പൽ. ഇവിടെ ഓരോ മേഖലയിലും മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അവരെ ആദരിക്കുന്നതിന് വേണ്ടി പ്രഭാഷണം നടത്തുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള ഇവിടുത്തെ ഈ സ്ഥാപനത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഫാദർ ജോൺസൺ സിമേത്തി, ദിലീപ് സാർ, അതുപോലെ രജീഷ് സാർ, യൂണിയൻ ചെയർമാനായിട്ടുള്ള ചെയർപേഴ്സൺ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം അല്ലേ, ജെൻഡർ ന്യൂട്രൽ ആവുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ട് ചെയർപേഴ്സൺ ശ്രീ അബ്ദുൾ വഹീദ്, അതുപോലെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനായി ബന്ധപ്പെട്ട അനൗൺസ്മെൻറ്റ് നടത്തുന്ന കുട്ടികൾ, ഇവിടെ നന്ദി പറയുന്ന, വോട്ട് ഓഫ് താങ്ക്സ് പറയുന്ന സ്റ്റാഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള രാജു ടീച്ചർ ഉൾപ്പെടെയുള്ള മറ്റ് അധ്യാപകരെ, മറ്റ് അനധ്യാപക സുഹൃത്തുക്കൾ, ഇന്നിവിടെ മികച്ച വിജയം നേടിയതിന് ആദരിക്കപ്പെടുന്ന, വിവിധ മേഖലകളിൽ മികച്ച വിജയം നേടിയതിന് ആദരിക്കപ്പെടുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അതിൽ പൂർവ്വ വിദ്യാർത്ഥികളും കുറേ പേരുണ്ടാകും എന്നാണ് കരുതുന്നത്, അവരുടെ രക്ഷിതാക്കൾ, ഈ കലാലയത്തിലെ വിദ്യാർത്ഥികൾ, വളരെ സന്തോഷകരമായ ഒപ്പം അഭിമാനകരമായ ഒരു ചടങ്ങിലാണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നീണ്ട ഒരു കാലത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ക്യാമ്പസുകൾ സജീവമായി തുടങ്ങിയിട്ട് ഏതാനും മാസങ്ങളെ ആയിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ജസ്റ്റ് കഴിഞ്ഞുപോയ ബാച്ചിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അധ്യയന വിടവ് സംഭവിച്ചവരാണ് അവരെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ നിങ്ങളുടെ പ്രിൻസിപ്പൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു, നമ്മൾ ഓൺലൈനായി ക്ലാസ്സുകൾ നൽകിയിരുന്നു, പക്ഷെ ഓൺലൈനായി നമുക്ക് ഒരു കോളേജിൻ്റെ അന്തരീക്ഷം നൽകാൻ ഒരിക്കലും സാധിക്കില്ല. അതിൻ്റെ വലിയൊരു വിടവ്, പ്രത്യേകിച്ച് കലാലയ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആ ഒരു വിടവ് വളരെ വലുതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെയൊക്കെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ
തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലയളവ് ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഉത്തരം നമ്മുടെ കലാലയ ജീവിതകാലം തന്നെയായിരിക്കും. ഒരുപാട് അനുഭവങ്ങൾ, തിരിച്ചറിവുകൾ, നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാലയളവാണ്. അതിൽ വളരെ നമുക്കറിയാം, മറ്റ് വഴികളൊന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. കോവിഡ് എന്ന മഹാമാരിയെ തുടർന്ന് അത്തരത്തിലുള്ള ഒരു വിടവ് സംഭവിച്ചപ്പോഴും അതിനെ അതിജീവിക്കാൻ എന്തൊക്കെ വഴികളുണ്ട്. അതാണല്ലോ മനുഷ്യന്റെ ഒരു പ്രവണത എന്ന് പറയുന്നത്. ഏതെല്ലാം പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ആ പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കാം, എങ്ങനെ അതിനെ മറികടക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളെപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു പ്രതിസന്ധിയെയും മറികടന്ന, അതിനെ നേരിട്ട് അതിനെ മറികടന്ന് വന്ന ഒരു വിജയം നേടിയ, എല്ലാ മേഖലകളിലും വിജയം നേടിയ മിടുക്കികളെയാണ് നമ്മൾ ഇന്ന് ഈ ചടങ്ങിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അവർ അർഹിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കോളേജിനെ കുറിച്ച് പറയുമ്പോൾ, പിലാത്തറയിലെ സെന്റ് ജോസഫ്സ് കോളേജിനെ കുറിച്ച് ഞാൻ ആദ്യമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഞാൻ കണ്ണൂർ സർവകലാശാലയുടെ സിൻഡിക്കേറ്റിലേക്ക് വന്നതിന് ശേഷമല്ല. യഥാർത്ഥത്തിൽ അതിന് മുമ്പ് തന്നെ എൻ്റെ ജീവിത പങ്കാളി തളിപ്പറമ്പ് മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം അവിടുത്തെ MLA ആയിരുന്നു. നിങ്ങൾ പേര് പറയുമ്പോൾ അറിയായിരിക്കും, ജെയിംസ് മാത്യു. ജെയിംസിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ അടിസ്ഥാനപരമായിട്ടുള്ള അവിടെ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുമ്പോൾ അതിലെപ്പോഴും ഒരു താങ്ങും തണലുമായിട്ട് ഞാൻ ഈ സ്ഥാപനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഈ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികളും ഇവിടുത്തെ ടോമി സാർ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ അധ്യാപകർ ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള പങ്ക്, അങ്ങനെയാണ് എൻ്റെ മനസ്സിലേക്ക് ഈ സ്ഥാപനം ആദ്യമായിട്ട് കടന്നു വരുന്നത് യഥാർത്ഥത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഒരു നാടിന്റെ വികസന പ്രവർത്തനത്തിൽ, ഒരു നാടിന്റെ സാമൂഹ്യമായ പ്രവർത്തനത്തിൽ, ഇവിടെ നേരത്തെ പ്രിൻസിപ്പൽ പറയുകയുണ്ടായി, ഇവിടുത്തെ NSS യൂണിറ്റ് 2018-19 വർഷം ഏറ്റവും മികച്ച NSS യൂണിറ്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. അന്ന് ഏറ്റെടുത്ത പ്രവർത്തനം ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. വീടില്ലാത്ത പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ത്രീക്ക് വീട് വെച്ചു കൊടുക്കാൻ, അതിന് മുൻകൈ എടുക്കാൻ ഈ കലാലയത്തിലെ വിദ്യാർത്ഥികൾ, അവിടുത്തെ അധ്യാപകരുടെ നേതൃത്വത്തിൽ അതിന് സാധിച്ചു. അപ്പൊ അത്തരം ഒരു കമ്മിറ്റ്മെന്റ്, സോഷ്യൽ കമ്മിറ്റ്മെന്റ്, അതൊരു കെട്ടിടപ്പണിയെ കുറിച്ച് പറയുമ്പോഴും ആ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് തന്നെയാണ് ഞാൻ മാഷ്ടെ വാക്കുകളിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നിയത്. നമ്മളെങ്ങനെ നമ്മുടെ ഓരോ പ്രവർത്തനത്തെയും നമ്മൾ ജീവിക്കുന്ന സമൂഹമായും ആ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ കൂടി നിർണ്ണയിക്കുന്ന പരിസ്ഥിതിയുമായും ഒക്കെ അതിനെ എങ്ങനെ ബന്ധപ്പെടുത്താം. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സ്ഥാപനം സ്വാഭാവികമായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികൾക്കും അത്തരമൊരു സ്ഥാപനത്തിലെ അധ്യയനത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ആശയങ്ങളെ രൂപപ്പെടുത്തുന്നതിലും നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ രൂപപ്പെടുത്തുന്നതിലും അങ്ങനെ ഒരു സമീപനം മുന്നോട്ട് വെക്കാൻ ഈ വിദ്യാലയത്തിന്, ഈ കലാലയത്തിന് സാധിച്ചിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ അതാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും. കാരണം വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നതും നമുക്കൊക്കെ അറിയാം, ഇന്ന് ഏറ്റവും കൂടുതൽ മത്സരം നിറഞ്ഞ ഒരു മേഖലയായി മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ കച്ചവടവൽക്കരണവും നടന്നിട്ടുള്ള ഒരു മേഖലയാണ്. എന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഓർമ്മിക്കുകയായിരുന്നു, ഒരു 30 വർഷം മുമ്പാണ് എൻ്റെ കലാലയ ജീവിതം എന്ന് പറയുന്നത്. 80കളുടെ തുടക്കത്തിലാണ്. ഏതാണ്ട് ആ 80കൾ പൂർണ്ണമായിട്ടും ഏറ്റവും ശക്തമായ സമരങ്ങളുടെ മുന്നിലാണ് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളായപ്പോൾ ഉണ്ടായിരുന്നത്. അന്ന് ഞങ്ങളൊക്കെ നടത്തിയ സമരങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് വിദ്യാഭ്യാസ രംഗത്തെ കച്ചവടവൽക്കരണത്തിനെതിരായിട്ടുള്ള സമരങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്തെ പഴയ അവസ്ഥയിൽ നിന്ന് 90കൾക്ക് ശേഷം ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് സർക്കാരിന് മാത്രമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മുതൽ മുടക്കാൻ സാധ്യമല്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു സംശയവുമില്ല, നമുക്ക് ഇനിയും ഒരുപാട് മുന്നേറേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു 10 വർഷക്കാലം
പ്രത്യേകിച്ച് ഊന്നൽ നൽകിയിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസത്തിന്റെ സംരക്ഷണത്തിനാണ്. ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട അതിന് ഊന്നൽ നൽകിയിട്ടുള്ളത്, പ്രത്യേകിച്ച് കഴിഞ്ഞ ഗവൺമെന്റും ഇപ്പോഴുള്ള ഗവൺമെന്റും പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് ഏറ്റവും വലിയ ഊന്നൽ നൽകിയിട്ടുള്ള സർക്കാരുകളാണ്. അതിന്റെ ഒരു ഫലവും നമ്മൾ കാണുന്നുണ്ട്. പൊതുവിദ്യാലയങ്ങളിലേക്ക് കൂടുതലായി കുട്ടികൾ കടന്നു വരുന്ന ഒരു കാഴ്ച നമ്മുടെ റിസൾട്ട് SSLC +2 റിസൾട്ട് ഒക്കെ പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു നേട്ടത്തിൻ്റെതായിട്ടുള്ള ആ ഒരു അന്തരീക്ഷം, ഇതൊക്കെ കേരളത്തിലെ ഈ ഒരു നേട്ടം കേരളം മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ്. അത് നമ്മൾ ഒരുപാട് കാലമായി കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളുടെ ഒരു തുടർച്ച കൂടിയാണ്. അല്ലാതെ ഒറ്റപ്പെട്ട ഒന്നായിട്ട് തീർച്ചയായിട്ടും നമ്മൾ അതിനെ വിലയിരുത്താൻ കഴിയില്ല. എന്താണ് കേരളത്തിന്റെ ഏറ്റവും വലിയ റിസോഴ്സ് എന്ന് ചോദിച്ചാൽ അതിൽ യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ കഴിയും, അത് നമ്മുടെ മാനവ വിഭവ ശേഷിയാണ് എന്നുള്ളത്. കാരണം ലോകത്തെ എല്ലായിടത്തേക്കും ഏറ്റവും കൂടുതൽ കേരളം കയറ്റി അയക്കുന്നത് എന്താണ്? അത് സ്കിൽഡ് ആയിട്ടുള്ള മനുഷ്യ വിഭവം തന്നെയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മളത് നേടിയിട്ടുള്ളത്, നമ്മൾ ആർജിച്ചിട്ടുള്ളത്. അപ്പൊ അത്തരമൊരു പാരമ്പര്യമുള്ള ഒരു സംസ്ഥാനത്തിനകത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്തിന് വലിയ ഊന്നൽ നൽകിയ ഒരു ഗവൺമെന്റ്, അതിന്റെ തുടർച്ചയായി ഇന്ന് കേരളത്തിൽ അധികാരത്തിലുള്ള ഗവൺമെന്റ് ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് അല്ലെങ്കിൽ ലക്ഷ്യം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഒരു കുതിച്ചുചാട്ടമാണ്. കാരണം നമ്മളിപ്പോ സർവകലാശാലകളുടെ റാങ്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ അടുത്ത ദിവസം വന്ന വാർത്തകൾ കേട്ടപ്പോൾ ഞാൻ തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ വലിയ സന്തോഷം തോന്നി. റാങ്കിങ്ങിൽ ഞാൻ പഠിച്ച കലാലയം ആദ്യത്തെ 100 എന്നുള്ളതിന്റെ പട്ടികയ്ക്ക് അകത്തേക്ക് കടന്നു വന്നു. എൻ്റെ സർവകലാശാലയായിരുന്നു കേരള സർവകലാശാല. നേരത്തെ ഇവിടെ സർ പറഞ്ഞതുപോലെ കേരളത്തിലെ മാതൃ സർവകലാശാലയാണ്. അപ്പോൾ എൻ്റെ സർവകലാശാല ഉൾപ്പെടെ നേടിയ നേട്ടം, കണ്ണൂർ സർവകലാശാലയും മുന്നോട്ട് പോയിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാലയും ഇവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഏറ്റവും പ്രായം കുറഞ്ഞ സർവകലാശാലയാണ്. നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്, ബാലാരിഷ്ടതകളുണ്ട്. 25 വർഷം പൂർത്തിയായി എന്ന് പറയുമ്പോഴും ഇപ്പോഴും ഒട്ടേറെ പരിമിതികളുണ്ട്. പക്ഷെ ആ പരിമിതികളുടെ ഇടയിൽ നിന്നുകൊണ്ടും മുന്നോട്ട് നമ്മൾ പോകുന്നുണ്ട്, നമ്മൾ മുന്നേക്ക് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും +2 വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്ന കേരളത്തിലെ വലിയൊരു വിഭാഗം കുട്ടികൾ ഇപ്പോഴും അവർ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് എവിടെയാണ് പഠിക്കാൻ ആഗ്രഹം എന്ന് നിങ്ങളോട് ചോദിക്കുമ്പോൾ അതിൽ മികച്ച വിജയം നേടിയ ഒരുപാട് വിദ്യാർത്ഥികളെങ്കിലും പറയാനുള്ള ഒരു മറുപടി ഞങ്ങൾക്ക് കേരളത്തിന് പുറത്തേക്ക് പോകണമെന്നാണ്. അതൊന്നെങ്കിൽ ഡൽഹി ആയിരിക്കും, അതൊന്നില്ലെങ്കിൽ ഹൈദരാബാദ് ആയിരിക്കും, അല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിരിക്കും, അല്ലെങ്കിൽ ചെന്നൈ ആയിരിക്കും. ഇതൊക്കെയാണ് അവര് ലക്ഷ്യം വെക്കുന്നത്. ഞാൻ അതിനെ മോശമായിട്ട് പറയല്ല. എന്തുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിക്കുന്നത്? അതിലേറ്റവും അവരെ സ്വാധീനിക്കുന്ന ഒരു കാര്യം, അവിടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള ഏറ്റവും ശ്രദ്ധേയമായ കോഴ്സുകളും അതിന്റെ ഉള്ളടക്കവും അതുപോലെ ഏറ്റവും നല്ല ഗുണനിലവാരം ഉറപ്പുവരുത്താൻ കഴിയുന്ന സ്ഥാപനങ്ങളും തന്നെയാണ് ഒരു സംശയവുമില്ല കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളിൽ വലിയൊരു വിഭാഗത്തെ കേരളത്തിന് പുറത്തേക്ക് ആകർഷിക്കുന്നത്. അപ്പൊ ഈ ഗവൺമെന്റ് അതാണ് ലക്ഷ്യമായി മുന്നോട്ട് വെക്കുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതി പാസ്സാകുന്ന കുട്ടികളിൽ ഭൂരിപക്ഷം പേര് കേരളത്തിനകത്ത് തന്നെ, ഏറ്റവും മികച്ച കുട്ടികൾ കേരളത്തിനകത്ത് തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് അവരെ കൊണ്ടുവരാൻ, അതാണ് ഈ വരുന്ന 4 വർഷക്കാലം കൊണ്ട് ഏറ്റവും ആദ്യത്തെ ലക്ഷ്യമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് ഇന്ന് മുന്നോട്ട് വെച്ചിട്ടുള്ള ലക്ഷ്യം. അപ്പൊ അത് സാധ്യമാകണമെങ്കിൽ സർക്കാരിന്റെ മാത്രം ശ്രമഫലമായിട്ടത് സാധിക്കില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അവിടെ സ്വകാര്യ മേഖലയുടെ സഹായം ആവശ്യമായിട്ട് വരും. അതുപോലെ വിദേശ സർവകലാശാലകളുമായിട്ട് ഉൾപ്പെടെയുള്ള ടൈഅപ്പ് ആവശ്യമായിട്ട് വരും. സ്വകാര്യ മൂലധന നിക്ഷേപം ഈ മേഖലയിൽ ആവശ്യമായിട്ട് വരും. പക്ഷെ അവിടെയൊക്കെ നമുക്ക് ഒരു കാര്യം ഉറപ്പുവരുത്താൻ വളരെ പ്രധാനപ്പെട്ടായി കഴിയേണ്ടതുണ്ട്. അത് സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിദ്യാഭ്യാസം കച്ചവടമായി മാറാതിരിക്കാൻ ഏറ്റവും പ്രധാനമായി വേണ്ട ഒരു കാര്യം എന്താ? അവിടെ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോഴും ആ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടക്കം നടക്കുന്ന അധ്യയനം സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുന്നതാണ്. ഏറ്റവും സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും ദുർബലരായ വിഭാഗം, അവർക്ക് സ്കോളർഷിപ്പുകൾ നൽകാൻ, അവർക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുമെന്നുള്ളത് ഉറപ്പുവരുത്താൻ, അവരുടെ പഠനം ഉറപ്പുവരുത്താൻ തീർച്ചയായും അതിന് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. അത് തന്നെയാണ് സർവകലാശാലയെ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാട്.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോളേജിനെ കുറിച്ച് പറയുമ്പോഴും അത്തരം ഒരു സാമൂഹ്യ പ്രതിബദ്ധത കേവലം വിദ്യാഭ്യാസ രംഗത്ത് സ്വാഭാവികമായിട്ട് ഒരു സ്ഥാപനം നടത്തുമ്പോൾ ആ സ്ഥാപനം മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ പഠിപ്പിച്ച വിഷയം സാമ്പത്തിക ശാസ്ത്രമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത് നഷ്ടമില്ലാതെ മുന്നോട്ട് പോകണം, അതിലൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷെ നഷ്ടം ലാഭങ്ങൾക്ക് അപ്പുറത്ത് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മളെല്ലാവരും കണക്കിലെടുക്കുമ്പോൾ മാത്രമാണ് വിദ്യാഭ്യാസത്തെ നമുക്ക് അതിന്റെ ശരിയായ അർത്ഥത്തിൽ നൽകാൻ വേണ്ടി സാധിക്കുക. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതുപോലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടം, നോളജ് ഇക്കോണമിയായി എങ്ങനെ കേരളത്തെ മാറ്റിയെടുക്കാൻ കഴിയും നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇന്റർനെറ്റ് എന്നുള്ളത് ഒരു അവകാശമായി അംഗീകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഇത് കേരളം എന്ന് പറയുന്നത്. ലോകത്ത് തന്നെ എത്ര പ്രദേശങ്ങൾ അങ്ങനെ അംഗീകരിച്ചിട്ടുണ്ടാകും എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അപ്പൊ അതൊരു വലിയ മാറ്റമാണ്, ഒരു കാഴ്ചപ്പാടിലെ വ്യത്യാസമാണ്. പക്ഷെ ഇന്റർനെറ്റ് അവകാശമാക്കിയാൽ മാത്രം പോരാ, ഇന്റർനെറ്റ് ലഭ്യത ഉറപ്പുവരുത്താൻ കഴിയണ്ടേ. അപ്പൊ അവിടെയാണ് K-Phone എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ പദ്ധതി ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. അതിലൂടെ ഏറ്റവും സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ സൗജന്യമായി ഉൾപ്പെടെ ഇന്റർനെറ്റ് ലഭ്യമാകും. അപ്പോൾ മാത്രമേ നേരത്തെ ഇന്റർനെറ്റ് മനുഷ്യ അവകാശമാക്കി മാറ്റിയതിന്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുകയുള്ളൂ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എങ്ങനെ ഒരു കാഴ്ചപ്പാടിനെ നമുക്ക് അത് ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. വലിയ മാറ്റം വരുന്ന വർഷങ്ങളിൽ ഉണ്ടാകാൻ പോവുകയാണ്. K-Disc ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ്. അതിന്റെ ഭാഗമായിട്ടാണ് കുടുംബശ്രീ പ്രവർത്തകർ ഈ കഴിഞ്ഞ മാസം നമ്മുടെയൊക്കെ വീടുകളിലേക്ക് വന്നിട്ട് ഒരു സർവേ നടത്തിയിട്ടുണ്ടാവും അല്ലെ. എന്റെ തൊഴിൽ എന്റെ അഭിമാനം എന്നാണ് ആ സർവേയുടെ പേര്. ഹയർ സെക്കൻഡറി കഴിഞ്ഞ മുഴുവൻ ആളുകളെയും അതില് അവരുടെ ഡാറ്റ അതിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡാറ്റ എൻട്രി ചെയ്യുമ്പോൾ അതിന്റെ ലക്ഷ്യം എന്താ? നമുക്കറിയാം, കേരളത്തിനകത്ത് ഒരു വർഷം ഉണ്ടാകുന്ന PSC വഴി നടക്കുന്ന നിയമനം എന്ന് പറയുന്നത് ഒരു 13,000-നും 20,000-നും ഇടയിൽ മാത്രമാണ്. 20,000 ഒക്കെ ഇപ്പോൾ വളരെ കുറവ് മാത്രമേ നടക്കുന്നുള്ളൂ. ഒരു 13,000-15,000 ശരാശരി ഒരു വർഷം ഒഴിവുണ്ടാവുകയും നിയമനം നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ നമുക്ക് സർക്കാർ സർവീസിലേക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയുന്നത് വളരെ ചെറിയ ഒരു വിഭാഗത്തെ മാത്രമാണ്. പക്ഷെ നമുക്കറിയാം, അതിനപ്പുറമുള്ള അനന്തമായ സാധ്യതകൾ ഈ പുതിയ കാലഘട്ടം, ആ കാലഘട്ടത്തിന്റെ സാങ്കേതിക വിദ്യ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട IT ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ മേഖലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ മുമ്പിൽ അത്തരം അനന്തമായ സാധ്യതകൾ തുറന്നു തരുന്നുണ്ട്. ആ സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതാണ് K-Discന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. സർവേയുടെ അടുത്ത ഘട്ടത്തിൽ അതാണ് ചെയ്യുന്നത്. തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അതിന്റെ പരിശീലനം കൊടുക്കുക, അതിനാവശ്യമായിട്ടുള്ള സപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കുക. അങ്ങനെ കേരളത്തിന്റെ തൊഴിൽ സാധ്യതകളെ, നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നത് നമ്മുടെ സാങ്കേതിക വിദ്യാഭ്യാസം നേടിയ, ഉന്നത വിദ്യാഭ്യാസം നേടിയ കേരളത്തിന്റെ യുവത്വത്തെയാണ് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്നത്. എങ്കിൽ ആ യുവത്വത്തെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുക, അവരുടെ ശേഷിയെ ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്ന കാര്യമാണ് ഇന്ന് കേരളത്തിനകത്ത് വരുന്ന നാളുകളിൽ നമ്മൾ പരീക്ഷണമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും അതിന്റെ ഒരു ശ്രമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ വലിയ ഒരു മാറ്റത്തിന്റെ കാലഘട്ടത്തിലാണ് തീർച്ചയായിട്ടും നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മുടെ കലാലയങ്ങളെ എങ്ങനെ ആ രീതിയിലേക്ക് നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും, നമ്മുടെ കലാലയങ്ങളിലെ വിദ്യാർത്ഥികളെ ആ നിലയിലേക്ക്, നമുക്കറിയാം വളരെ വളരെ മത്സരാധിഷ്ഠിതമായ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിൽ വിജയം നേടുന്നതിന് അനുഗുണമായ രൂപത്തിലേക്ക് അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ട് നമ്മളെല്ലാ സ്ഥാപനങ്ങളും, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും ഏറ്റെടുക്കേണ്ട ഒരു ഘട്ടമാണ്. ഞാൻ ഒരുപാട് ദീർഘിച്ചു പറയുന്നില്ല. അതോടൊപ്പം ഒരു കാര്യം കൂടി നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്, നമ്മളൊക്കെ ഈ മത്സരത്തെ കുറിച്ചും ആ മത്സരത്തിന്റെ ഭാഗമായിട്ടുള്ള നേട്ടത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ മറന്നു പോകാൻ പാടില്ലാത്ത മറ്റൊരു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താ? എങ്ങനെ നമുക്ക് ഈ മത്സരത്തിൽ പുറകിൽ പോകുന്ന ആളുകളെ നമുക്ക് എങ്ങനെ ചേർത്ത് പിടിക്കാൻ കഴിയും എന്നുള്ളത് കൂടിയാണ്.
അപ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം കൊണ്ടുള്ള യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ഒരു സമൂഹം എത്തിച്ചേരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ പഠിപ്പിച്ചിരുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എനിക്ക് ഓർമ്മയുണ്ട്, കേരളത്തിലെ MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്താണ് വിദ്യാഭ്യാസ വകുപ്പ് ഒരു ഉത്തരവ് അന്ന് പുറപ്പെടുവിക്കുകയുണ്ടായി. ആ ഉത്തരവ് അനുസരിച്ച് ഏതാണ്ട് 60 കുട്ടികളുള്ള ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള സംവരണം ഏർപ്പെടുത്തുകയും എല്ലാ ക്ലാസ്സിലേക്കും ഒരു 3-4 എങ്കിലും അത്തരത്തിലുള്ള കുട്ടികൾ അഡ്മിഷൻ നേടി വരികയും ചെയ്യുന്ന ഒരു നില. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ ഒരുപക്ഷെ അത്തരം കുട്ടികൾ നിങ്ങളുടെ ഒപ്പം സഹപാഠികളായിട്ടുണ്ടായിരുന്നിരിക്കാം. ശരിക്കും ഞങ്ങൾ അധ്യാപകരാദ്യം വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നു. എങ്ങനെ ഈ 60 കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയാത്ത ക്ലാസ്സിനകത്ത് ഇത്തരത്തിൽ പ്രത്യേക ശ്രദ്ധ വേണ്ട കുട്ടികൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അവരെ എങ്ങനെയാണ് നമ്മൾ ഇതിൽ ഉൾക്കൊള്ളുക? എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ക്ലാസ്സിലേക്ക് ഞാൻ വന്ന് ഫാൻ ഓൺ ചെയ്താൽ അപ്പോൾ ഓടി വന്ന് ഫാൻ ഓഫ് ആക്കുന്ന ഒരു ഇത്തരത്തിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ ഫാൻ ഇട്ടാൽ ഇഷ്ടപ്പെടില്ല. പലപ്പോഴും ഞാൻ കുട്ടികളെ വരാൻ വൈകുമ്പോൾ എന്താണ് വൈകുന്നത് എന്ന് ചോദിച്ചിട്ടാണോ നമ്മൾ ക്ലാസ്സിലേക്ക് കയറ്റുക. അപ്പൊ ഒരു ദിവസം ഞാൻ വൈകി ചെന്നപ്പോ ഇവര് നിഷ്കളങ്കരായ മനസ്സുള്ളവരാണല്ലോ, അവർക്ക് മറ്റുള്ളവരെ പോലെ ഒന്നും മറച്ചു വെക്കാൻ അറിയില്ല. അപ്പൊ നേരെ തന്നെ എഴുന്നേറ്റ് ചോദിച്ചു, ടീച്ചർ എന്താ ഇന്ന് വൈകിട്ട് വന്നത്? ഞങ്ങളോട് ടീച്ചർ പറയാറില്ലേ ടീച്ചർ എന്നിട്ട് എന്താ ഇത് വൈകി? അപ്പൊ അങ്ങനെയെല്ലാമുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വരികയാണ്. പക്ഷെ ഞങ്ങള് പ്രതീക്ഷിച്ചതിന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്ക് അവിടെ ഉണ്ടായത്. അത് കലാലയങ്ങൾക്കകത്തും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഒരു പ്രയാസവുമില്ലാതെ സഹപാഠികളായിട്ടുള്ള കുട്ടികൾ, ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരിക്കുന്ന വിദ്യാർത്ഥികൾ, അവർ പലരെയും ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എടുത്തുകൊണ്ടു പോകേണ്ടവരാണ്. അവർ അല്ലാതെ വീൽ ചെയറിൽ പോലും പോകാൻ പ്രയാസമുള്ള കുട്ടികളുണ്ടായിരുന്നു. അവരെയൊക്കെ ഈ സഹപാഠികളായിട്ടുള്ള കുട്ടികളാണ് ഒരു പ്രയാസവും കൂടാതെ ആ 2 വർഷക്കാലം സംരക്ഷിച്ചത്. അപ്പൊ ഞാൻ കരുതി നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എടുത്ത ഈ തീരുമാനം ഞങ്ങൾ കരുതിയത് ഏറ്റവും ശരിയായ ഒരു തീരുമാനം. കാരണം നമ്മളെ പോലെ അല്ലാതെയുള്ള ആളുകൾ ഈ സമൂഹത്തിലുണ്ട്, അത്രയേറെ ശേഷികളില്ലാത്തവരുണ്ട്. അവരെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നു എന്ന ആ ബോധ്യം ഈ ക്ലാസ് മുറിയിലെ ബാക്കിയുള്ള കുട്ടികളിൽ ഉണ്ടാക്കാൻ ഈ ഒരു ചെറിയ തീരുമാനത്തിൽ തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. അതിലൂടെ നമ്മൾ ഉൾക്കൊള്ളുന്നത് തീർച്ചയായിട്ടും ഒരു ജനാധിപത്യ ബോധം കൂടിയാണ്. ജനാധിപത്യത്തിന്റെ 75 വർഷം പൂർത്തീകരിക്കുന്ന വേളയിലേക്ക് രാജ്യം പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. എന്താണ് ജനാധിപത്യം എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ സാധാരണ ഒക്കെ നമ്മൾ അതിൽ വളരെ എളുപ്പത്തിൽ പറയാനുള്ള ഉത്തരം പാർലമെന്ററി ഡെമോക്രസിയെ കുറിച്ചാണ്, അല്ലേ? ആ പാർലമെന്ററി ഡെമോക്രസി എന്നുള്ളത് തെരഞ്ഞെടുപ്പുകളും തെരഞ്ഞെടുപ്പിലൂടെ ഭൂരിപക്ഷം നേടുന്നയാൾ അധികാരത്തിലേക്ക് വരിക എന്നുള്ളതാണ് പ്രധാനമായിട്ട് പാർലമെന്ററി ഡെമോക്രസി. പക്ഷെ അതിനപ്പുറത്തേക്ക് ഡെമോക്രസി എന്ന സംവിധാനം ഉയർത്തിപ്പിടിക്കുന്ന ഒട്ടേറെ വലിയ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരെ ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പല പല കാരണങ്ങൾ കൊണ്ട്, ചിലപ്പോൾ അത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ജാതീയമായ വിവേചനങ്ങളാകാം, സാമ്പത്തികമായ അസമത്വങ്ങളാകാം, ശാരീരികമായ ദൗർബല്യങ്ങളാകാം, ഇങ്ങനെയൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യർ, ആ മനുഷ്യരെ കൂടി ചേർത്ത് പിടിക്കുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണതയിലേക്ക് എത്തുക. അതാണ് ഞാൻ പറഞ്ഞത്, മത്സരങ്ങളിൽ വിജയിക്കുക പ്രധാനമാണെങ്കിലും വിജയിക്കുന്ന ഓരോരുത്തരും കരുതേണ്ടതുണ്ട്. നമ്മൾ വിജയിക്കുന്നത് ഓട്ടത്തിൽ ഒന്നാമതൊരാളെത്തുമ്പോൾ, അങ്ങനെ ഒരാൾ ഒന്നാമതെത്തണമെങ്കിൽ കുറെ പേർ ഉണ്ടാവുമ്പോഴേ ഒന്നാമതെത്തൂ. ആ പുറകിൽ നിൽക്കുന്നവരെ കൂടി ചേർത്ത് പിടിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷെ ഇന്നത്തെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് നമുക്ക് മനുഷ്യത്വമെന്നോ അതല്ലെങ്കിൽ മറ്റേ നന്മയെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും ആ മനുഷ്യത്വം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഓർമ്മ നമ്മുടെ എല്ലാം മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്. ഒരു നാടിന്റെ സംസ്കാരം, ഒരു നാടിന്റെ സാമൂഹ്യമായ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ ഒരു സംശയവുമില്ല രൂപപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അവിടെയുള്ള നമ്മുടെ കൂടിച്ചേരലുകൾ, അവിടെയുള്ള നമ്മുടെ കൂടിയിരിപ്പുകൾ, പരസ്പരം അറിയാനും മനസ്സിലാക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് പറഞ്ഞ കോവിഡ് കാലം കവർന്നെടുത്തത് അത്തരം ചില സാധ്യതകളാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മതേതരമായ സംസ്കാരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. പൊതു എന്ന പേരിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അത് പബ്ലിക് അല്ലെങ്കിൽ പൊതു എന്ന് പറയുന്നത് ആരെയും മാറ്റി നിർത്താത്ത ഒരിടം എന്നുള്ളതാണ് അർത്ഥം.
പൊതു ഇടങ്ങൾ, പബ്ലിക് സ്പേസ് കുറഞ്ഞു വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പൊതുവായ കാഴ്ചപ്പാടുകൾ, പൊതുവായ ആഘോഷങ്ങളൊക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവിടെയാണ് പങ്കുവെച്ചുകൊണ്ട് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഒക്കെയുള്ള ഒരു ജീവിതത്തിന്റെ പ്രസക്തി വളരെ വലുതാകുന്നത്. ഈ അടുത്ത കാലത്ത് വായിച്ച ഒരു പുസ്തകത്തെ കുറിച്ച് കൂടി മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് രേവതി ലോൾ എന്ന് പറയുന്ന ഒരു പത്രപ്രവർത്തക എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന്റെ പേര് വെറുപ്പിന്റെ ശരീരശാസ്ത്രം എന്നാണ്. 2002 ഗുജറാത്തിലെ വംശഹത്യ നടക്കുമ്പോൾ അന്ന് അവിടെ പത്രപ്രവർത്തകയായിരുന്നു രേവതി ലോൾ. പിന്നീട് 10 വർഷക്കാലം അവര് പ്രവർത്തിച്ചത് ഗുജറാത്തിലായിരുന്നു. ആ 10 വർഷക്കാലത്തെ അവരുടെ അനുഭവങ്ങളെ വെച്ചുകൊണ്ടാണ് അവർ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. കഥയല്ല, 3 ജീവിച്ച കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ മനുഷ്യരാണ്, ജീവിക്കുന്ന മനുഷ്യരാണ് അവരുടെ ആ പുസ്തകത്തിലെ മുഖ്യ കഥാപാത്രങ്ങളായി വരുന്ന. പേര് മാറ്റിയിട്ടുണ്ട് ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി. അതിലൊരാൾ ഒരു സർവകലാശാല വിദ്യാർത്ഥിയാണ്. 2002 കലാപം നടക്കുമ്പോൾ സർവകലാശാല വിദ്യാർത്ഥിയായിരുന്നു അതിലൊരാൾ. ആ ചെറുപ്പക്കാരൻ ഇവരോട് സംസാരിക്കുമ്പോൾ ഒട്ടനവധി കാലം തുടർച്ചയായി ഇവരെ കാണുകയും സംസാരിക്കുകയും, ഇതുപോലെ ഒട്ടേറെ ആളുകൾ, അതൊന്ന് തിരഞ്ഞെടുത്ത 3 വ്യക്തികൾ, അതിലൊരാളാണ് ഈ ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ അവരോട് പറയുന്നത്, ഞാൻ ആദ്യം ഈ റയട്ട് നടക്കുന്ന സമയത്ത് കച്ചവട സ്ഥാപനങ്ങൾ, ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്നവരുടെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ കൊള്ളയടിക്കാൻ പോകുമ്പോൾ ഞാൻ ആദ്യം പോയില്ല. പക്ഷെ പിന്നീട് എന്റെ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അതിന്റെ ഭാഗമായപ്പോൾ അവരോടൊപ്പം ഞാനും പോയി. അങ്ങനെ എനിക്കും അതൊരു ഹരമായി മാറി. എങ്ങനെയാണ് നമ്മളെയൊക്കെ പോലെ വളരെ സാധാരണ മനുഷ്യരായിട്ട് അന്നത്തെ കാര്യങ്ങൾ, കുടുംബത്തെ കുറിച്ചൊക്കെ ചിന്തിച്ച്, നല്ല പഠനം, ഭാവി, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന വളരെ സാധാരണക്കാരായ മനുഷ്യർ മറ്റ് മതങ്ങളോടുള്ള വിദ്വേഷമടക്കം മനസ്സിലേക്ക് എത്തുമ്പോൾ അവരെങ്ങനെ മാറിത്തീരുന്നു, അതാണ് രേവതിയിലുള്ള, അതാണ് ഈ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ളവരിലൂടെ ചിത്രീകരിക്കുന്നത്. അതിനുശേഷം ഇത് തിരിച്ചറിഞ്ഞ് അയാൾ തന്നെ തെറ്റ് തിരുത്തുകയാണ്. ഈ സർവകലാശാല വിദ്യാർത്ഥിയായിരുന്നയാൾ അയാൾ ഒരു NGOയുടെ ഭാഗമായിട്ട് ഗുജറാത്തിലെ ഗ്രാമങ്ങളിൽ അവിടെ സമാധാനം പുലരാൻ, അവിടെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമാവുകയാണ്. അപ്പൊ ആ NGOയുടെ പ്രത്യേകത എന്താ? ഒരു 20 ആളെ വോളണ്ടിയർമാരെ ഒരു ഗ്രാമത്തിലേക്ക് വിട്ടാൽ അതിൽ 10 പേർ ഹിന്ദു മതവിശ്വാസികളാണെങ്കിൽ 10 പേർ ഇസ്ലാം മതവിശ്വാസികളായിരിക്കും. ആദ്യം ഇവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കുക. നമ്മളിപ്പോ സാധാരണ ആ ട്രെയിനിങ്ങിലൊക്കെ വരുമ്പോൾ ആദ്യം നമുക്കൊരു പരസ്പരം പരിചയപ്പെടാനെല്ലാം ഉള്ള ഒരു സമയം ആദ്യം തരാറുണ്ടല്ലോ. അതുപോലെ ഈ ട്രെയിനിങ്ങിൽ ആദ്യത്തെ ഒരു അരമണിക്കൂർ സമയം എല്ലാവരോടും പറയും, നിങ്ങൾ എല്ലാവരുടെ കയ്യിൽ കടലാസ് കൊടുത്തിട്ട് പറയും, നിങ്ങൾ എഴുതൂ, നിങ്ങളുടെ മനസ്സിൽ ഇതര മതങ്ങളെ കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്, മതസ്ഥരെ കുറിച്ച് എഴുതൂ എന്ന് പറയും. അതിനുശേഷം അവരവിടെ ചർച്ച ചെയ്യും. നമ്മൾ ഐസ് ബ്രേക്കിംഗ് എന്നൊക്കെ പറയാറുള്ള ആ ഒരു ഇതില്ലേ, യഥാർത്ഥത്തിൽ അവിടെ വലിയ മഞ്ഞു മലകളാണ് ഉരുകിയത് എന്നാണ് ആ ചെറുപ്പക്കാരൻ പിന്നീട് രേവതിയിലോട് പറഞ്ഞത്. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ തെറ്റിദ്ധാരണകളായിരുന്നു മറ്റു മതങ്ങളിൽ, മറ്റ് സംസ്കാരങ്ങളിൽ ഉള്ളവരെ കുറിച്ച്, അതാണ് അവിടെ തിരിച്ചറിഞ്ഞത്. എന്നിട്ട് അവർ ക്രിക്കറ്റ് മാച്ച് സംഘടിപ്പിക്കുകയാണ്. സ്പോർട്സ് എങ്ങനെയാണ്, കല എങ്ങനെയാണ്, ഇതൊക്കെ എങ്ങനെയാണ് മനുഷ്യനെ കൂട്ടിയിണക്കുന്നതിന് ഉപയോഗപ്പെടുത്തുന്നത്. ആ ക്രിക്കറ്റ് മാച്ചിലും ഒരു നിബന്ധനയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്, എല്ലാ മതത്തിലും പെട്ട ആളുകൾ ടീമിൽ ഉണ്ടാകണം, 2 ടീമിലും ഉണ്ടാകണം. അതാണ് അവര് മുന്നോട്ട് വെക്കുന്ന നിബന്ധന. അപ്പൊ ഞാൻ പറഞ്ഞത്, കൂടിച്ചേരലുകളിലൂടെ പരസ്പരം മനസ്സിലാക്കുന്നതിലൂടെയാണ് നമുക്ക് തിരിച്ചറിവുകൾ തീർച്ചയായും ഈ സമൂഹത്തെ കുറിച്ച് ശരിയായ രൂപത്തിൽ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് നമ്മൾ നല്ല മനുഷ്യരാകുന്നത്. ഒരു മതവും നമ്മളെ വെറുക്കാൻ പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ ഓർമ്മിക്കുക. ഇന്ത്യ കണ്ട ഏറ്റവും നല്ല മതവിശ്വാസി ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ നമ്മുടെ മുമ്പിലുള്ളൂ, അത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരാളുടെ പേര് പറയാനുണ്ടാവും തോന്നുന്നില്ല. അദ്ദേഹത്തെ പോലെ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് വേണ്ടി നിലകൊണ്ട മറ്റാരും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത്, സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ ജനാധിപത്യം, നമ്മുടെ മതേതരത്വം, നമ്മുടെ നാടിന്റെ എല്ലാ നല്ല മൂല്യങ്ങളും സംരക്ഷിക്കുക എന്ന ആ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നല്ല മനുഷ്യരാവുക എന്നതിലൂടെ നിങ്ങളെയാണ് ഏറ്റെടുക്കേണ്ടത്. ഒരു ആലങ്കാരികമായി പറയുന്നല്ല, സാധാരണ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഭാവി പൗരന്മാരാണ് എന്നൊക്കെ. അത് കേവലം ആലങ്കാരികമായ വാക്കുകളല്ല, ആത്മാർത്ഥമായി ഞങ്ങളുടെ എല്ലാം തലമുറ പ്രതീക്ഷ അർപ്പിക്കുന്നത് നിങ്ങളിലാണ് എന്ന് മാത്രം ചുരുക്കം വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാ വിജയങ്ങളും അത്തരമൊരു നാടിന് വേണ്ടിയുള്ള മുന്നേറ്റത്തിൽ ഉപയോഗപ്രദമാകട്ടെ. ഏത് മേഖലയിലേക്ക് എത്തിച്ചേരുമ്പോഴും അവിടെ എങ്ങനെ, ഇവിടെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്.
ഇവിടെ ഇരിക്കുന്നവരൊക്കെ അത്തരത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സമൂഹത്തിനായി നമ്മുടെ അറിവുകളെ ഉപയോഗപ്പെടുത്താം എന്നതിലേക്ക് നിങ്ങളുടെ എല്ലാ കഴിവുകളെയും മാറ്റിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ വിജയികൾക്കും, നേട്ടം നേടിയവർക്കും ഒപ്പം നേട്ടങ്ങൾ നഷ്ടമായെങ്കിലും നേട്ടങ്ങൾക്കായി തുടർന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നവർക്കും എല്ലാവർക്കും എല്ലാ അഭിവാദ്യങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. Thank you, ma'am. Now, let us move on to the prize distribution for the rank holders and toppers. I invite our respected chief guest, Srimati N. Suganya, to give away the prizes. And I also invite Ms. Abhirami ma'am, Department of English, for the announcements. I request the university toppers to kindly assemble near the stage, and I request their parents to accompany the students. കുട്ടികൾ യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള കുട്ടികളും അവരുടെ പേരൻസും സ്റ്റേജിന്റെ വലതുവശത്തോട്ടേക്ക് വന്നു നിൽക്കുക. So, firstly, let's invite Ms. Ashwati KV, who was a former student of St. Joseph's College, Pilatara, from Social Work Department, who has won the first rank for MSW from Central University of Karnataka. Let's invite Ashwati. Next, I want to invite Mr. Indranil Rajivan, first rank BCA department. Since Indranil could not be present here, I'd like to invite his parents to receive the award on his behalf. Parents of Indranil Rajivan, please come and collect the prize. Next, we have Ashwati K, second rank BSW department. Now, we have Arati Manoj, fourth rank BSW department. Now let's invite Tamanna Ashraf, 5th rank BSW department. Next we have Lisa B. Augustin, 6th rank Social Work department. Next we have Jocelyn C. Bino, 7th rank Social Work department. Moving on to the university rank holders from the PG 2020-2022 batch from MSW Social Work department, we have Krishnendu P, 1st rank MSW. Next we have Mohsina PC, 2nd rank Social Work department. Now we have Shruti M, 3rd rank MSW. Next, let's invite Adila K, 4th rank Social Work department.
have Sarita KS, 7th rank Social Work Department. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ എസ് മുരളീധരൻ, ഇവര് മഹത്തായിട്ടുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്ത സിൻഡിക്കേറ്റ് മെമ്പർ ശ്രീമതി സുകന്യ, വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട വൈദിക സുഹൃത്തുക്കളെ, അധ്യാപകരെ, പിന്നെ പ്രധാനമായിട്ടും ഇന്ന് നമ്മുടെ സ്വന്തകേന്ദ്രമാകുന്ന റാങ്കുകളൊക്കെ നേടിയ വിജയികളായിട്ടുള്ള മക്കളെ, പ്രിയപ്പെട്ട ഫാക്കൽറ്റി മെമ്പേഴ്സ്, സ്റ്റുഡൻസ്, ഇങ്ങനെ ഒരു പരിപാടിക്ക് മുഖ്യപ്രഭാഷണം നടത്തുന്ന ആൾ സാധാരണ മുഖ്യശത്രുവായിരിക്കും. കാരണം ഒന്ന് ഉച്ചകഴിഞ്ഞുള്ള സമയം, രണ്ടാമത്തത് ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത സാധനങ്ങൾ റാങ്കിൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ റാങ്കിൽസിൽ ഏറ്റവും മുകളിലുള്ള സാധനങ്ങളായിരിക്കും പ്രസംഗങ്ങളായിരിക്കും. അതുകൊണ്ട് ഒരു പ്രഭാഷണത്തിലുള്ള ആ പരിപാടിയെ അന്വേഷിക്കുകയാണ്. ഞാനൊരു 2-3 മിനിറ്റ് അത്യാവശ്യം ചെറിയ കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിച്ച് നിർത്തുകയാണ്. നമുക്ക് നമ്മുടെ അന്തരീക്ഷം ഒന്ന് ഈ ഒരു സമയത്ത് പ്രഭാഷണത്തിൽ വിദ്യാഭ്യാസം. ഒന്നാമത് എനിക്ക് തോന്നുന്നു നിർബന്ധമായിട്ട് ഞാൻ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല, നമ്മുടെ മുന്നിൽ ഇവിടെ വന്ന് ഈ സമ്മാനങ്ങളൊക്കെ സ്വീകരിച്ച, ഒപ്പം തന്നെ സ്വീകരിക്കാനിരിക്കുന്ന നമ്മുടെ ഈ അഭിമാന താരങ്ങൾക്ക് എല്ലാവർക്കും എത്ര പറഞ്ഞാലും അത് മതിയാവില്ല. സമയമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് അർത്ഥവത്തായ ഞങ്ങൾ പറയുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്, ഡൺ വെൽ, വണ്ടർഫുൾ. അതിന് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞായിട്ട് എൻ്റെ കൂട്ടിക്കൊള്ളുക. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഫാക്കൽറ്റി മെമ്പേഴ്സ്, ഉറപ്പായും നമുക്കറിയാമല്ലോ, കുട്ടികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പ്രധാന ചാലകശക്തി അത് തന്നെയാണ് ഫാക്കൽറ്റി മെമ്പേഴ്സ് തന്നെ. അവരെ പ്രചോദിപ്പിക്കാനും അവരെ വലിയ തലങ്ങളിലേക്ക് നയിക്കാനുമൊക്കെ കാരണമാകുന്നത് ഫാക്കൽറ്റി മെമ്പേഴ്സാണ്, സംശയമൊന്നുമില്ല. അത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനെയും ഒത്തിരി സ്നേഹത്തോട് കൃത്യമായിട്ട് ഞാൻ അവർക്കും എൻ്റെ അനുഭവങ്ങൾ അറിയിക്കട്ടെ. തീർച്ചയായിട്ടും രക്ഷിതാക്കൾ അവരുടെ പിൻബലമില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അവരുടെ ദിവസം കൂടിയാണിത്. അവരുടെ മക്കളെ ഇങ്ങനെ ഈ നേട്ടങ്ങൾ കരഗതമാക്കുമ്പോൾ അവർക്കത് ആഘോഷമാണ്. പക്ഷെ അതിൻ്റെ പുറകിൽ അവരുടെ പിൻബലം കൊടുക്കലും അവരുടെ വിജയവും അവരുടെ ത്യാഗവും അവരുടെ എല്ലക്കണക്കുമുള്ള പ്രയത്നവും ഒക്കെ വേണം. അവർക്കും അത് ഈ അഭിനന്ദനങ്ങൾ അവർ അർഹിക്കുന്നത് തന്നെയാണ്. ഞാൻ ഒരൊറ്റ കാര്യം മാത്രം പറഞ്ഞ് നടത്തിക്കൊള്ളാം എന്ന് ചിന്തിക്കുക. മറ്റൊന്നുമല്ല, യുവത എന്ന് പറയുന്നവർ, നമ്മളിരിക്കുന്ന യുവ സമൂഹം, ആ യുവ സമൂഹം എന്ന ഈ സമൂഹമാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്രാപ്തിയുള്ളവർ. കുഞ്ഞുങ്ങള് അതിലേക്കായിട്ടില്ല. മുതിർന്നവര് ചെയ്യാവുന്നതൊക്കെ ചെയ്ത് ആയുധം വെച്ച് കീഴടങ്ങി പോകുന്നവർ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് യുവജനങ്ങൾക്കാണ്. അപ്പോൾ ആ യുവജനങ്ങളാണ് നിങ്ങൾ. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം, പഠിച്ചു കഴിഞ്ഞാൽ ചില സ്ഥാപനങ്ങൾ നമുക്ക് ജോലി തരണമെന്നാണ്. അത് ആ കാലം കടന്നുപോയെന്ന് എനിക്ക് തോന്നുകയാണ്. നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നമുക്ക് ജോലി തരണമെന്ന് പഠിച്ച കാലമൊക്കെ കടന്നുപോയി. ഇന്ന് ചോദ്യം മറിച്ചാണ്, നിങ്ങൾക്ക് ഈ സ്ഥാപനത്തിന് എന്ത് തരാനുണ്ട്? ഒരു യുവാവായ യുവതിയായ അറിവുള്ള വൈദഗ്ധ്യമുള്ള ആവേശമുള്ള ശരിക്കു പറഞ്ഞാൽ പ്രാപ്തിയുള്ള പലകണക്കുള്ള സിദ്ധികളുള്ള ഈ യുവാവിന്, ഈ യുവതിക്ക്, ഈ സ്ഥാപനത്തിന്, ഈ മേഖലയ്ക്ക്, ഈ ശാസ്ത്രശാഖയ്ക്ക്, ഇക്കണോമിക്സിന്, ഒരു ബാങ്കിന്, ഒരു ഇൻഷുറൻസ് കമ്പനിക്ക്, അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റു കണക്കുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ഥലത്ത് എന്ത് കൊടുക്കുവാനുണ്ട്? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി പറയാൻ നിങ്ങളൊക്കെ ബാധ്യസ്ഥരാണ്. നിങ്ങൾ പറയുമെന്നിരിക്കണം, എന്നിട്ട് നിങ്ങൾ കൊടുക്കാനുണ്ടാവും. ഞാൻ സുഗന്യ ടീച്ചർ ഉൾപ്പെടെ ഇരിക്കുന്നതുകൊണ്ട് പറയുകയാണ്, എൻവയോൺമെന്റൽ സ്റ്റഡീസ് പേപ്പർ എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? നിർബന്ധമല്ലേ? പഠിച്ചു. നിങ്ങൾ ഈ എൻവയോൺമെന്റൽ സയൻസ് എന്ന പേപ്പർ പഠിച്ച ശേഷം
ശരി, അതൊക്കെ സമ്മതിച്ചു, നിങ്ങൾ പഠിച്ചു, നല്ല മാർക്ക് വാങ്ങിക്കാണും. എന്റെ ചോദ്യം ഇതാണ്, നമ്മുടെ ഗ്രാമത്തിലെ ജലത്തിന്റെ ക്വാളിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ ശരിക്കുമുള്ള ക്വാളിറ്റി എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ മണ്ണിന്റെ ജൈവഘടനയ്ക്കുള്ള മാറ്റത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ബയോഡൈവേഴ്സിറ്റിക്ക് എന്താ സംഭവിച്ചെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കാതെ, ഓർക്കണം, വിദ്യാഭ്യാസം ഉത്തരം നൽകുന്ന പ്രക്രിയയേക്കാൾ ചോദ്യങ്ങൾ ഉയർത്താൻ പ്രാപ്തമാക്കുന്ന പ്രക്രിയയാണ്. ഒരു എൻവയോൺമെന്റലിസ്റ്റ് എന്ന പേപ്പർ പഠിച്ചു കഴിയുമ്പോഴൊക്കെ എനിക്ക് തോന്നുകയാണ്, അസൈൻമെന്റ് എന്ന് പറയുന്ന സാധനം നിർത്തലാക്കിയിട്ട് ഓരോ കുട്ടിയും അവന്റെ ഗ്രാമത്തിലെ വെള്ളം ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കൊണ്ടുവരട്ടെ. ഓരോ കുട്ടിയും അവരുടെ ചുറ്റുപാടുമുള്ള മണ്ണിന്റെ ഗുണമേന്മ പരിശോധിക്കട്ടെ. ഓരോ കുട്ടിയും യഥാർത്ഥത്തിൽ അവരുടെ ചുറ്റുപാടുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ, ആ ഗ്രാമത്തിന്റെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ആ കുട്ടി പഠിച്ചിട്ട് ഡോക്യുമെന്റ് ചെയ്യട്ടെ. നമ്മൾ ആ രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ജീവിതവും അത് തമ്മിൽ ബന്ധമുണ്ടായേ പറ്റും. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വിഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. മാനുഷിക വിഭവമുണ്ട്, സാങ്കേതിക വിഭവമുണ്ട്, സാമ്പത്തിക വിഭവങ്ങളുണ്ട്, പ്രകൃതി വിഭവങ്ങളുണ്ട്. നാം അത് പരിഹരിക്കണമെങ്കിൽ നമുക്കതിന് അതുമായി ബന്ധപ്പെട്ട ദിശാബോധവും പ്രവർത്തനവും കൂടെ നമുക്ക് ആവശ്യമാണ്. ഈ രീതിയിൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ UGCയുടെ പരിമിതികൾ അല്ലെങ്കിൽ സിലബസുമായി ബന്ധപ്പെട്ട പരിമിതികൾ നമുക്കറിയാം. ബോർഡ് ഓഫ് സ്റ്റഡീസും മറ്റുമൊക്കെ വിചാരിച്ചാൽ, അക്കാഡമിക് കൗൺസിൽ വിചാരിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് സുഗന്യമായിട്ടുള്ള വിദഗ്ധൻ എന്ന് പറയുന്നത്, ഈ ഒരു പേപ്പറെങ്കിലും ഒന്ന് ലൈഫ് ഓറിയന്റഡ് ആക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഞാൻ റിക്വസ്റ്റ് വെക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനെന്ന് ഈ എൻവയോൺമെന്റ് പേപ്പർ 2 കൊല്ലം പഠിപ്പിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികളെ മിക്കവാറും എന്നെ നല്ലവണ്ണം അന്ന് എന്നെ തീർച്ചയായിട്ടും നേരത്തൊന്നും പറയാൻ വേണ്ടതൊന്നും പറഞ്ഞു കാണുകയില്ല. എന്നാലും ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ അവർക്ക് കൊടുത്തിരുന്നത്. പക്ഷേ നമുക്ക് ഒഫീഷ്യലായിട്ട് ഔപചാരികമായി തന്നെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളിലേക്ക് പോകണം. വിദ്യാഭ്യാസം സമൂഹത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന ഒരു പ്രക്രിയയില്ല. സമൂഹത്തിലെ വിഷയങ്ങൾ, നമ്മുടെ ജീവിത വിഷയങ്ങളെ കണ്ടെത്തുവാനും വിശകലനം ചെയ്യുവാനും അതിലൂടെ പ്രതികരിക്കുവാനും അതിനെ പരിഹരിക്കുവാനുള്ള പ്രാപ്തി നമുക്ക് തരുന്നില്ലെങ്കിൽ വിദ്യാഭ്യാസമാവില്ല. അതാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്കൊരു ജോലി ആരെങ്കിലും തരാൻ വേണ്ടി നോക്കിയിരിക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് സമൂഹത്തിലേക്ക്, സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക്, ഏത് മേഖലയാകട്ടെ, ഏത് വിചാരശാഖയാകട്ടെ, അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കുവാനുണ്ടാവണം. അതെ, നിങ്ങളിത് ഈ ഒരു പേപ്പർ പഠിച്ചപ്പോഴത്തേക്ക് നിങ്ങളുടെ ഗ്രാമത്തിലെ നമ്മുടെ ശരിക്കുമുള്ള വെള്ളത്തിന്റെ ഗുണമേന്മ നമ്മൾ വ്യത്യാസപ്പെടുത്തിയിരിക്കണം. ഞാൻ സങ്കടകരമായൊരു കാര്യം കൂടെ ഓർപ്പിക്കുകയാണ്. കണ്ണൂർ കോർപ്പറേഷനിലെ ഒരു പൗരനായിട്ടുമാണ് എന്നെ കൂട്ടാൻ. ഞാനിപ്പോൾ അവിടെ താമസിക്കുന്ന ആളാണ്. ഞങ്ങൾ കഴിഞ്ഞിടക്ക് ഞങ്ങൾക്ക് കിട്ടുന്ന കോർപ്പറേഷൻ വാട്ടർ ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. സത്യം പറഞ്ഞാൽ കുടിക്കാനുള്ള ഗുണമേന്മയില്ലാത്ത വെള്ളമാണ് കണ്ണൂരിലെ പൗരവർ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട്, ഇത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഈ ജലം തന്നെ എന്ന് പറയുന്നത് തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക. കണ്ണൂര് ചില ആശുപത്രി വന്നു കഴിഞ്ഞപ്പോൾ ന്യൂസ് വന്നപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇവിടുത്തെ മറ്റു പല ആശുപത്രി കൂട്ടിപ്പോകുമെന്ന് ഓർത്തു. മറിച്ചാണ് ഇപ്പോൾ ആ പഴയ ആശുപത്രികളിലൊക്കെ ബെഡ് കിട്ടുന്നില്ല. അസുഖങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ആശുപത്രി കൂടുന്നതിന് കാരണം എന്താണ്? ഈ അടിസ്ഥാന പ്രശ്നങ്ങൾ ഗൗരവമുള്ള വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ നമ്മുടെ യുവതയ്ക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങൾ റാങ്ക് നേടിയ കുട്ടികൾ എനിക്ക് തോന്നുകയാണ് നിങ്ങൾ ജീവിതത്തിലും റാങ്ക് നേടണം. സാമൂഹ്യ പ്രതിബദ്ധതയിൽ നിങ്ങൾ റാങ്ക് നേടണം. നിങ്ങൾക്ക് നാളെ നമ്മുടെ മനുഷ്യന് വിഷമിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ട് ആ വിഷമങ്ങൾക്ക് കുറച്ചെങ്കിലും പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് അതിനുള്ള സാധ്യതയുണ്ടാവണം. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് സീത എന്നൊരു പ്രോഗ്രാം ഇവിടെ ഈ കോളേജ് ഡിസൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായി. ആ പ്രോഗ്രാം നമ്മൾ സർവാത്മന നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി അത് വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് എനിക്ക് തീർച്ചയുണ്ട്. അഭിനന്ദനങ്ങൾക്ക് കൊടുത്തിരുന്നു, നന്മകൾ നേരുന്നു. നിങ്ങൾക്കെല്ലാം എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. Moving on to the prize distribution of topper, I would like to invite Monsignor Dr. Clarence Palin, Manager, St. Joseph College, to give away prizes. And I would like to invite Ms. Abhirami Ma'am, Department of English, for the announcement. We're moving on to the prize distribution for the college toppers.
From BA department, we have Meenakshi PK and Chandana P, who couldn't be here due to some personal reasons. So we are moving on to the next department, BBA. From BBA, we have Navneet J, first place, BBA department. Next we have Anulaya C, second place, BBA department. Moving on to the Department of Computer Applications, we have Anjali M, second rank, BCA department. From the Department of Mathematics, let's invite Adila MV, who's the college topper, BSc Mathematics. Now we have Anupama C, second place, BSc Mathematics. Next we have Josmi Jeeson, third place, BSc Mathematics. Next, from the Department of Commerce, we have Ashifa VP, first topper, BCom CA. Now we have Anjana UK, second place, BCom CA. Now we have Ajmala M, first place, BCom Corporation. Ajmala M. She's absent. Fatimat Azima, second place, BCom Corporation. Now we have Sneha MV, third place, BCom Corporation. Moving on to the Kannur University, PG toppers. From MCom, we have Rasmiya CM, first place, MCom. And we have Arunima TV, second place, MCom. From the Department of English, we have Sri Lakshmi R, first place, MA English. And we have KB Jeena, second place, Department of English. ചടങ്ങിൻ്റെ അധ്യക്ഷൻ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീ ലളിതൻ സർ, ഈ ഒരു ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തിയ കോളേജിൻ്റെ മാനേജർ മോൺസിനർ ക്ലാരൻസ് പാലിയത്ത്, ഇവിടെ ചീഫ് ഗസ്റ്റായിട്ടെത്തി നമ്മുടെ അച്ചീവ്മെൻ്റ് ഡേയിൽ ആശംസ അറിയിച്ച് ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഇപ്പോൾ ഇവിടെ നിന്ന് പോയ ശ്രീമതി എൻ സുകന്യ ടീച്ചർ, വേദിയിലിരിക്കുന്ന ആശംസ അറിയിക്കാണ്ടിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എൻ്റെ ആശംസ തീർച്ചയായിട്ടും ഞാൻ നിർത്തും.
ഒന്ന്, നിങ്ങൾക്കറിയുന്നത് പോലെ അക്കാദമികമായ രീതിയിൽ വളരെ ശ്രദ്ധയോടുകൂടിയാണ് കോളേജിൽ പഠനം നടക്കുന്നത്. എൻ്റെ സൂചനകൾ ഇവിടെ പ്രസംഗിച്ചവരൊക്കെ പറഞ്ഞുണ്ടായി. പ്രത്യേകിച്ച് ഞങ്ങളൊരു കൊറോണ കാലഘട്ടത്തെ വിദ്യാർത്ഥികൾ കൂടിയാണ്. മാഷിവിടെ പ്രിൻസിപ്പൾ സൂചിപ്പിക്കുകയുണ്ടായി. ജൂൺ 1-ാം തീയതി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കൊറോണ കാലത്ത് ക്ലാസ് ഓൺലൈനായിട്ട് തുടങ്ങിയ അപൂർവം കോളേജുകളിൽ, അത് തുടങ്ങിയെന്ന് പോലും അറിയില്ല, ജൂൺ 1 എന്നൊരു ദിവസം ഉണ്ടായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു കോളേജാണ് സെൻറ്റ് ജോസഫ്സ് കോളേജ്. കാരണം കാലഘട്ടത്തിന് അതിൻ്റെ അവസരത്തിനൊത്ത് ഉയർന്ന് വളരെ പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് കോളേജിൻ്റെ എല്ലാ അധ്യാപകരുടെയും സഹായത്തോടു കൂടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓറിയൻറ്റേഷന് കോളേജിലേക്ക് കടന്നു വരുമ്പോൾ ഞാനും ചിലപ്പോൾ പ്രിൻസിപ്പളും മറ്റുള്ളവരൊക്കെ വളരെ ഫോക്കസായിട്ട് വളരെ എംഫസൈസ് ചെയ്ത് ഊന്നി പറയുന്നൊരു കാര്യമാണ്, പഠിക്കാനാണെങ്കിൽ സെൻറ്റ് ജോസഫിലേക്ക് വന്നാൽ മതി എന്നുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങൾ കേൾക്കുന്നതാണ്. പക്ഷെ അതിനർത്ഥം മറ്റു മേഖലകൾ നമ്മൾ തള്ളിക്കളയുന്നു എന്നുള്ളതല്ല. എന്നാലും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ പഠിക്കണം എന്നുള്ളത്, കുട്ടികൾക്കൊരു സ്റ്റഡി ഓറിയൻറ്റേഷൻ ഉണ്ടാകണം, അക്കാദമികമായ മികവ് പുലർത്തണം എന്നുള്ളത് നമ്മുടെ ഒരു നിഷ്ഠയാണ്, ഒരു താല്പര്യമാണ്, നമ്മുടെ ഒരു കൾച്ചറാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നിരവധി റാങ്കുകൾ. എനിക്ക് തോന്നുന്നു ഇന്ദ്രനീലിൻ്റെ കാര്യം എടുത്ത് പരാമർശിക്കേണ്ട ഒരു കാര്യമാണ്. BCAയിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ലഭിച്ചു എന്നുള്ളത്. ആ കുട്ടിയെ അഡ്മിഷൻ എടുക്കുമ്പോൾ ഞാനാണ് ഇരുന്ന ചിത്രത്തിൽ. അപ്പോൾ എനിക്കറിയാം മാതാപിതാക്കൾ ഇവിടെയുണ്ട് ആ സമയത്ത്. അപ്പോൾ ഇത്രയും വലിയ കോമ്പറ്റീഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളിലുള്ള ഒരു കോഴ്സാണ് BCA. അവിടെ നിന്നൊക്കെ വളരെ നന്നായിട്ട് മാർക്ക് വാങ്ങി ഉന്നത വിജയം കൈവരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെയും ഒരു അഭിനന്ദനം. മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്, അവരുടെ റിലേറ്റീവ്സ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ഒരു അഭിനന്ദനം ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കുകയാണ് കോളേജിൻ്റെ. അതുപോലെ തന്നെ ഇടക്കാലത്ത് ചെറുതായിട്ട് നമ്മുടെ ഒരു താളം നഷ്ടപ്പെട്ടിരുന്നു സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിന്, പ്രത്യേകിച്ച് റാങ്കിൻ്റെ കാര്യത്തിന്. വളരെ കുറച്ച് റാങ്കുകളാണ് ഒരു 2-3 വർഷം മുമ്പൊക്കെ ഞാനുള്ള സമയത്ത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ വർഷവും ഈ വർഷവും എനിക്ക് തോന്നുന്നു ഇങ്ങനെ റാങ്കിൻ്റെ പെരുമഴക്കാലം എന്നൊക്കെ പറയുന്ന പോലെയാണ്. കൂട്ടമായിട്ട് നമ്മളങ്ങ് എടുത്തത് സത്യത്തിൽ ആദ്യത്തെ 6-7 റാങ്കുകൾ PSWന് വളരെ ശക്തമായിട്ട്. PSWന് 0.2 എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ നമ്പറിലാണ് റാങ്ക് നഷ്ടപ്പെടുന്നത്. അശ്വതി കെയുടെ സത്യത്തിൽ ഈവൻ ഒരു പോയിന്റ് പോലും പറയാനുണ്ടായിരുന്നില്ല. അപ്പോൾ 0.2 എന്ന് പറയാം, 2 എന്ന് പറയാം. അപ്പോൾ അത്തരത്തിൽ വളരെ കൃത്യമായിട്ട് ഈ പ്രാവശ്യം വളരെ ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ കുട്ടികൾ അവരുടെ മാതാപിതാക്കൾ ഒത്ത് ചേർന്ന് ശ്രമിച്ച് ഈ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കർത്തവ്യം എന്ന് പറയുന്നത് റാങ്ക് ജേതാക്കളെ, ടോപ്പേഴ്സ് ആയിട്ടുള്ളവരെ, എനിക്ക് തോന്നുന്നു അടുത്ത വർഷങ്ങളിൽ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും എനിക്ക് തോന്നുന്നു റാങ്ക് നേടാനായിട്ട് ഫസ്റ്റ് പ്ലേസിൽ വരാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ കോളേജിൽ പഠിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരെയും ഇതായിട്ട് പ്രചോദിപ്പിക്കുകയാണ്. അടുത്ത വർഷങ്ങളിൽ ഇടയ്ക്കല്ല, സോഷ്യൽ വർക്കിന് മാത്രമല്ല, സോഷ്യൽ വർക്ക് BSW ഒക്കെ 5 കോളേജുകളിലേക്ക് ആയി കഴിഞ്ഞു, 5 കോളേജ്. അപ്പോൾ ബാക്കിയുള്ള MSW വിവിധ കോളേജുകൾ തുടങ്ങുന്നുണ്ട്. കോമ്പറ്റീഷൻ കനക്കും അടുത്ത വർഷങ്ങളിലൊക്കെ. അപ്പോൾ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലും അതിൻ്റെ ഒരു പ്രത്യേകമായ ഫോക്കസ് തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ തന്നെ സ്പോർട്സും ആർട്സിലുമൊക്കെ ഇവിടെ നിറഞ്ഞ മെമൻറ്റോസ് നിങ്ങൾ ഇരിക്കുന്നത് കാണുന്നുണ്ട്. ഞാനിപ്പോൾ ചോദിക്കുകയായിരുന്നു, കഴിഞ്ഞ വർഷത്തേക്കാളും നമ്മുടെ ഫൈൻ ആർട്സിലുള്ള സ്റ്റേറ്റ് എന്താണ്? കഴിഞ്ഞ ഫൈൻ ആർട്സിൽ നമുക്ക് 15ാം സ്ഥാനമായിരുന്നു. അപ്പോൾ വാഹിദ് നമ്മുടെ ചെയർമാൻ പറഞ്ഞു ഒട്ടുമിക്കതും 14 യൂണിവേഴ്സിറ്റി അത് പബ്ലിഷ് ചെയ്തില്ല. എനിവേ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, എല്ലാ വർഷവും നമ്മൾ സ്ഥാനം മികച്ച ഉയരത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം 15 ഒട്ടുമിക്കതും. ഈ പ്രാവശ്യം സമ്മാനം കൂടുതലുണ്ട് എന്നാണ് എന്നോട് അറിയിച്ചത്. ഫൈൻ ആർട്സിൽ ദിലീപ് സാറിൻ്റെ നേതൃത്വത്തിൽ, സുഭാഷ് സാറിൻ്റെ നേതൃത്വത്തിൽ
അതുപോലെ തന്നെ വളരെ പ്രത്യേകമാണ് യൂണിയൻ അഡ്വൈസർ സുധീഷ് സാറ് ഈ പ്രാവശ്യം വളരെ സജീവമായിട്ട് ഇടപെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്പോർട്സിൽ പതിവ് പോലെ തന്നെ സീസോണിൽ വളരെ ശക്തമായ മത്സരം ക്രിക്കറ്റിലും ഫുട്ബോളിലും ബാഡ്മിൻ്റണിലും അതുപോലെ മറ്റ് ഇൻഡിവിജ്വൽ ഐറ്റത്തിലൊക്കെ വളരെ മികച്ചൊരു സ്ഥാനം നേടാനായിട്ട് അതുകൊണ്ട് വലിയ അഭിമാനമുണ്ട്, വലിയ സന്തോഷമുണ്ട്. എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ സർഗാത്മക കഴിവുകൾ പഠന മേഖലയിലാണെങ്കിൽ അത് കായിക അതുപോലെ തന്നെ കലാപരമായ മറ്റു തരത്തിലൊക്കെ മറ്റുള്ളവരൊക്കെ നമ്മൾ അഭിനന്ദിച്ചത് കൊണ്ടാണ് മറ്റ് മേഖലകളിൽ എനിക്ക് തോന്നുന്നു സനയെക്കുറിച്ച് പോലെയുള്ളവരെ കുറിച്ച് ഒക്കെ ഒന്ന് സൂചിപ്പിച്ചു പോകേണ്ടവരാണ്. ഇങ്ങനെ റെക്കോർഡുകൾ നേടുന്ന നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പം എല്ലാവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നു, അവരെയൊക്കെ അഭിനന്ദിക്കുന്നു. മാതാപിതാക്കൾ താല്പര്യം കടന്നു വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും കോളേജിൻ്റെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ഒരു എൻവയൺമെൻ്റ് ആണ്, ഒരു പരിസ്ഥിതിയാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് സെൻറ് ജോസഫ്സ് കോളേജിനുള്ളത്. അതിൽ നിങ്ങളുടെ ഒരു പങ്ക് വളരെ വിലപ്പെട്ടതാണ് ഞങ്ങൾ അറിയിച്ചുകൊണ്ട് നിങ്ങളെയും ഉത്തരകണ്ഠം പ്രശംസിച്ചുകൊണ്ട് കോളേജിൻ്റെ നിങ്ങളോടുള്ള കടപ്പാടും കരുതലും വിദ്യാർത്ഥികളോടുള്ള കൃതജ്ഞതയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവരോടും പറയുന്ന പോലെ ഈ പ്രാവശ്യം അങ്ങനെ വലിയ സെൻഡ് ഓഫ് ഒന്നും ഉണ്ടായില്ല. പൊതുവായിട്ട് ഇനിയും സെൻറ് ജോസഫിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം. എപ്പോഴും ഒരു അലുമിനി എന്ന നിലയിൽ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ കടന്നു വന്ന് സ്ഥാപനത്തോടും വിദ്യാർത്ഥികളോടും അധ്യാപകരോടും കൂട്ടുകാരോടൊക്കെ നിങ്ങൾക്കും സ്നേഹം പുതുക്കാം എന്ന് മാത്രം ഓർമ്മിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. Thank you, Father. To give away the prizes for the achievers in arts, I invite Monsignor Dr. Clarence Bagan to speak. And for the announcement, I invite Miss Alina from Department of Psychology. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിൽ പങ്കെടുത്ത് മത്സരത്തിന് അർഹരായവരുടെ പേരുകളാണ് വായിക്കുന്നത്. അപ്പോൾ സമ്മാനത്തിന് അർഹരായവർ സ്റ്റേജിൻ്റെ വലത്ത് ഭാഗത്തേക്ക് എത്തിച്ചേരുകയും പേര് വിളിക്കുന്നതനുസരിച്ചിട്ട് മുന്നോട്ട് വന്ന് സമ്മാനം ഏറ്റുവാങ്ങുകയും ചെയ്യുക. ആദ്യമായി ഇൻഡിവിജ്വൽ ഐറ്റംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പ്രൈസ് കിട്ടിയവരെയാണ് വിളിക്കുന്നത്. ജോവിൻ ബാബു, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ്, കാർട്ടൂൺ രചന, 2nd grade. ശ്രീലക്ഷ്മി ഇ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, ചെറുകഥ രചന, ഇംഗ്ലീഷ്, 1st A grade. കോൺസ്റ്റന്റൈൻ മാർട്ടിൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മാത്തമാറ്റിക്സ്, ഗീത പാശ്ചാത്യം, 1st A grade. അനാമിക KK, മാപ്പിളപ്പാട്ട്, സിംഗിൾ, 3rd A grade. അടുത്തതായി ഗ്രൂപ്പ് ഐറ്റംസ് ആണ് വിളിക്കുന്നത്. ഫോക്ക് ഡാൻസ്, 2nd A grade. ശ്രീലക്ഷ്മി K, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ്, ഗ്രീഷ്മ P, BBA, തേജൽ പ്രവീൺ, BCom, അൽന മാത്യു, BCom ഫിനാൻസ്, ഹരിചന്ദന A, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജി, വൃന്ദ KK, BCom, മേഘ മൈക്കൽ, BSW, ആൻഡ് നൂപ ആന്റണി, BSW, അനുപ്രിയ P, BSc Psychology, and Nandana K from BA English. അടുത്തതായി ഹിന്ദി ഡ്രാമ. ഹിന്ദി ഡ്രാമ പങ്കെടുത്ത് സമ്മാനം കിട്ടിയവർ എത്രയും പെട്ടെന്ന് റെഡിയായി നിൽക്കുക. ഹിന്ദി ഡ്രാമ, 2nd A grade. അലീന മേരി A, BSW, അലീന മേരി A, BSW, അമൃത രാമചന്ദ്രൻ, BCom Corporation,
Parvati KP BSW, Anatha P BSW, Archana MP, Nismita N, Vaishak K, Muhammad Amin TP, Mekha Tilak Devika, and Prajna E. ഇംഗ്ലീഷ് ഡ്രാമയിൽ പങ്കെടുത്ത് പ്രൈസ് കിട്ടിയിട്ടുള്ളവർ പെട്ടെന്ന് തന്നെ മുന്നോട്ടേക്ക് വരിക. ഇംഗ്ലീഷ് ഡ്രാമ സെക്കൻഡ് എ ഗ്രേഡ്. ഒരുമിച്ച് സ്റ്റേജിലേക്ക് വരിക, എന്നിട്ട് ഓരോരുത്തരെ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചേക്കും. 1 by 1 പേര് മാറി നോക്കണ്ട, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തെടുത്താൽ മതി. പ്ലീസ് ഗോ. Sabin TP from BBA, Kartika Balachandran, Dhyan Marcos, Pranav MB, Binimol Biju, Shahabaz V, Sandeep Vijayan, Sagarika A. Shashikumar, Amy Jean Mensal. ഒപ്പനയിൽ പങ്കെടുത്ത് പ്രൈസ് കിട്ടിയ കുട്ടികൾ എത്രയും പെട്ടെന്ന് മുന്നോട്ടേക്ക് വരിക. ഒപ്പന സെക്കൻഡ് എ ഗ്രേഡ്, ഗ്രീഷ്മ പി, ഗോപിക പി, ഹിത ബഷീർ, തേജൽ പ്രവീൺ, അൽന മാത്യു, ഫെമിന സി പി, അനാമിക കെ കെ, ഫാത്തിമത്ത് റുഫീന എം സി, Harita GK, and Najia Naushad. നാടൻപാട്ട് മത്സരത്തിൽ പങ്കെടുത്ത് സമ്മാനത്തിന് അർഹരായവർ എത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ മുന്നിലേക്ക് വരിക. നാടൻപാട്ട് ഗ്രൂപ്പ് സെക്കൻഡ് എ ഗ്രേഡ്, നന്ദന സദാനന്ദൻ, സാന്ദ്ര രമേശ്, ജ്യോതി രാധാകൃഷ്ണൻ, Arya Sadishan, Alina Lina S, and Nandana PP. Thank you, Father. To felicitate the achievers of Finance Festival, Kannur University 2122 held at Government College, Kasaragod, I invite our Finance Coordinator, Mr. Dilip PT. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, വൈകിയ വേളയിൽ ആശംസാ പ്രസംഗം അധികം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും കയ്യയച്ച് എല്ലാവരെയും ആശംസ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായി കൊറോണയുടെ വിരുദ്ധമായൊരവസ്ഥയിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് അവരുടെ സർഗാത്മക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കിട്ടിയ ഒരു മികച്ചൊരവസരമായിരുന്നു കഴിഞ്ഞ യൂണിവേഴ്സിറ്റി കലോത്സവം. അപ്പോൾ അത് വളരെ ആർഭാടമായി തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിൽ പങ്കെടുക്കുകയും മികച്ച വിജയം കരസ്ഥമാക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വിജയത്തിന് അർഹരായവരെ, അതിൽ പങ്കെടുത്തവരെ, വിജയിച്ചവരെ മാത്രമല്ല പങ്കെടുത്തവരെ കൂടി ചെറിയ പോയിന്റിൻ്റെയൊക്കെ വ്യത്യാസത്തിലാണ് സമ്മാനങ്ങൾ പറയുന്നത് നമുക്ക് നഷ്ടമായത്. മിക്കവാറും പങ്കെടുത്ത എല്ലായിരങ്ങൾക്കും സമ്മാനം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പങ്കെടുത്തവരും വിജയികളായ മുഴുവൻ വിദ്യാർത്ഥികളെയും അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയുള്ളവരുടെ ജീവിതത്തിലും ഇത്തരം പരിപാടികൾ പങ്കെടുക്കുകയും നല്ല വിജയം നേടുവാൻ കഴിയുമാറാകട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ പാഠ്യപ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ കായിക പ്രവർത്തനങ്ങളിലൊക്കെ മികച്ച വിജയം നേടിയവർ അവരും ഇതിന് സമ്മാനമായി ഇരിക്കുന്നുണ്ട്. അവർക്ക് കൂടി ആശംസ അറിയിക്കാനുള്ള ഒരു വേദിയായി ഞങ്ങൾ മാറ്റുകയാണ്. മുഴുവൻ എല്ലാവർക്കും വിജയികളായവർ എല്ലാവർക്കും വിജയം ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. Thank you, sir. To distribute the prizes for achievements in sports, I invite our principal, Dr. K. C. Muralidharan, and also Mr. Girish PP, Department of Commerce, to do the announcements. Kannur University Intercollegiate Football Championship 2020-21 bronze medal. Team members, please come forward. Nihal Vivi, Captain, BBA Department. Shahabaz B,
BCom Cooperation. Adul Kuriakos, BCom Cooperation. Nihal NV, BCom CA. Siraj, BCA Department. Mohammad Hafiz, BBA. Mohammad Junaid, BBA. Munawar, BA English. Sajjad Abubakar, BCom CA. Muhammad, BCom Finance. Muhammad A, BCom CA. Muhammad B, BCom CA. Fahad, BCom Cooperation. Afla, BBA. Ansab, BBA. Farhan K, BCom Finance. Murshad, BCom Cooperation. Abbas, BBA. Nasif, BCA. അടുത്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റി സീസോൺ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് വിന്നേഴ്സ് 2021-22. ക്രിക്കറ്റ് ടീം ഒരുമിച്ച് അങ്ങോട്ട് വാട്ടാം. ഇവിടെ വന്നിറങ്ങി ഇന്ന് വന്നിട്ട് ഒരുമിച്ച് പേര് ഇവിടുന്ന് വിളിക്കും. ക്രിക്കറ്റ് ടീം ഇങ്ങോട്ട് പോരെ. Kannur University Season Cricket Championship winners 2021-22. Murshid Majid, BCom Cooperation. Mohammad Alfaz, BBA. Mohammad AT, BBA. Mohammad Junaid, BBA. Manu Matthew, BSW. Mohammad Afzal, BCom Finance. Akash Suresh, BA English. Javed Rahman, BCom Finance. Ashraf, BSW. Ajesh Devasya, BA English. Afif Ahmad, BCA. Rufaid Bibi, BCom CA. Deekshit Dilip, BCom Cooperation. Abdul Hasib, BBA. Wahid, BCom CA. Atul Shashikumar, BCom CA. അടുത്തതായി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജിയറ്റ് സീസോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് റണ്ണർ അപ്പ് 2020-21. Shahbaz V, BCom Cooperation. Kannur University Inter Collegiate Season Football Championship runner up. ഫുട്ബോൾ ടീം മൊത്തത്തിൽ വാ. Shahbaz V, BCom Cooperation. Adul Kuriakos, BCom Cooperation. Wahid, BCom CA. Siraj, BCA. Mubashir, BSW. Hudayb, BA English. Munawar, BA English. Irfan, BCom CA. Muhammad M, BCom Finance. Muhammad A, BCom CA. Muhammad B, BCom CA. Fahad, BCom Cooperation. Muhammad Muzammil, BA English. Ansab, BBA. Abhijit Roshan, BCom CA. Murshad, BCom Cooperation. Karthik, BA English. Nasif, BCA. അടുത്തതായി കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജിയറ്റ് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് 2021-22. 2 ഗോൾഡ് മെഡലും 1
സിൽവർ മെഡലും നേടിക്കൊണ്ട് അഞ്ജന KP സെക്കൻഡ് MSW. The students selected to Kannur University football team in 2020-21, Shahbaz V, BCom Cooperation. Nihal VV, BBA. അടുത്തത് Kannur University Intercollegiate Shuttle Badminton Bronze Medal 2020-21. Adul Kuriakos, BCom Cooperation. Nihal NV, BCom CA. Ebin, BSW. Yedu, BCom Cooperation. Nihal, BCom CA. അടുത്തതായി Kannur University Intercollegiate North Zone Shuttle Badminton runner-up 2021-22, Adul Kuriakos, BCom Cooperation. Nihal NV, BCom CA. Mohammad Junaid, BBA. Mohammad Alfaz, BBA. Mohammad Afzal, BBA. Mohammad Yasin, BCom CA. അടുത്തത് Kannur University Intercollegiate Swimming Championship 2020-21 Bronze Medal, Arya CV, BSW. To felicitate our achievers on behalf of St. Joseph's College Union, I invite Mr. Abdul Wahid, Chairperson of Students Union 21-22. ഓൾറെഡി സമയം വളരെയധികം വൈകിട്ടുണ്ട്. എൻ്റെ വാക്കുകൾ അധികം കേൾപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ കലോത്സവമായാലും സ്പോർട്സായാലും പഠനമായാലും ഇന്നിവർ ഇവിടെ എത്തിയിരിക്കുന്നത് നിസ്സാരമായ കാര്യമൊന്നുമല്ല. കാരണം ഇപ്പോൾ കലോത്സവത്തിൻ്റെ സമയത്ത് തന്നെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയെല്ലാം കോളേജിൽ സ്റ്റേ ചെയ്തിട്ടെല്ലാം നമ്മൾ കുട്ടികൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ കോളേജിൻ്റെ ഭാഗത്ത് എല്ലാവിധ സഹായങ്ങളും ലഭിച്ചിരുന്നു. ഇപ്പോൾ രാത്രി സമയങ്ങളിൽ ഗേൾസിനെല്ലാം ദൂരത്തുനിന്നവരുണ്ടായ സമയത്ത് നമ്മുടെ ഹോസ്റ്റലുണ്ടായിരുന്നു. അവിടെയാണ് താമസവും അവിടെ ഭക്ഷണമെല്ലാം ഒരുക്കിയത്. അതുപോലെ തന്നെ കാസർഗോഡ് എത്തിയ സമയത്ത് വളരെ ദൂരമാണ്. അപ്പോൾ കാസർഗോഡ് എത്തിയ സമയത്ത് തന്നെ അവിടെ സ്റ്റേയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഷിജു അച്ഛൻ ഒരു വീട് അറേഞ്ച് ചെയ്തിരുന്നു. നമുക്കവിടെ ഫ്രീ ആയിട്ടാണ് അവിടെ സ്റ്റേയും കാര്യങ്ങളും ലഭിച്ചത്. അപ്പം നമ്മൾ മറ്റുള്ള കോളേജ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഗവൺമെൻറ് കോളേജാൽ പോലും അവർക്ക് ഇത്തരത്തിലുള്ളൊരു ഫെസിലിറ്റിയോ കാര്യങ്ങളോ ലഭിച്ചിരുന്നില്ല. ആ ഒരു കാര്യത്തിൽ സെൻറ് ജോസഫ് കോളേജ് വളരെയധികം സെൻറ് ജോസഫ് കോളേജിലെ കുട്ടികൾ വളരെയധികം ലക്കിയാണ്. സോ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു സ്റ്റേജിൽ എത്തിയത്. എല്ലാവർക്കും നല്ല ജീവിതത്തിൽ ആശംസ നേരുന്നു. താങ്ക് യു. Thank you, Wahid. And now, for the Thanksgiving speech, I would like to invite Ms. P. Krishnendu, first rank holder in MSW. വേദിയിലെ പ്രിയപ്പെട്ടവരെ, അതിൽ തന്നെ വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ എത്തിയിട്ടുള്ളത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ സെൻറ് ജോസഫ് കോളേജിലേക്ക് വന്ന ഞങ്ങളും ഇന്നിവിടെ നിൽക്കുന്ന ഞങ്ങൾ തമ്മിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തിന് ഞങ്ങളെ ശരിക്കും പിന്തുണച്ചത് സെൻറ് ജോസഫ് കോളേജ് തന്നെയാണ്. ഞങ്ങളുടെ ഓരോ വീഴ്ചകളും നേട്ടങ്ങളാക്കി മാറ്റുകയും ഞങ്ങളുടെ ഓരോ മാറ്റങ്ങളെയും നേട്ടങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നതിന് സെൻറ് ജോസഫ് കോളേജ് ഞങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇന്ന് ഇങ്ങനെ ഒരു അനുമോദന ചടങ്ങ് ഒരുക്കി തന്ന സെൻറ് ജോസഫ് കോളേജിന് ആദ്യം തന്നെ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു കൊടുക്കുന്നു. കൂടാതെ ഞങ്ങളുടെ ഒരു നേട്ടത്തിന് ഞങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത നമ്മുടെ സെൻറ് ജോസഫ് കോളേജ് മാനേജ്മെൻറ്റ്, പ്രിൻസിപ്പൽ, HOD, ടീച്ചേഴ്സ്, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇനിയും ഇതുപോലുള്ള
അച്ചീവ്മെന്റ് സെന്റ് ജോസഫ് കോളേജിൽ നേടാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Thank you, Krishnendu. I invite Ms. Raji CN, Staff Secretary, to deliver the vote of thanks. Good evening, one and all. Respected Chief Guest of the Day, Syndicate Member of Kannur University, and Suganya Ma'am, Manager of St. Joseph's College, Palatara, Senior Dr. Clarence Pandey, Principal Sir Dr. K.C. Mullendran, Vice Principal Father Shaiju Peter, Heads of various departments, union members, and all the other distinguished people on the dais and of the dais, dear parents, my dear colleagues, and my dear students. We all have witnessed a great deal of achievement, enjoyment, and encouragement. It is a great pleasure to stand here to deliver the formal vote of thanks. First of all, let me extend my sincere gratitude to Srimati N. Suganya, Syndicate Member, Kannur University, with her inspiring presence and words and filled in us the warmth of pride. Thank you. Next, I wish to thank our dear manager, Monsignor Dr. Clarence Pandey, who is always there with us in all our pleasant as well as painful moments to encourage and support us. Thank you, Father, for your gracious and keynote address. I would like to thank our dear principal for the presidential address and our vice principal sir for the welcome speech. I also thank all our former vice principal, Father Johnson Simeti, Dilip sir, finance coordinator, HOD of various department, Rajesh sir, union chairman 21-22 Abdul Roy, and let me also thank our rank holders, academic toppers, arts and sports achievers who accepted our invitation and gathered here to receive our love. I also extend my special thanks to their parents and also Ms. P. Krishnendu, who expressed her gratitude in behalf of all the achievers. I extend my thanks to Ms. Abrami, Ms. Elena and Mr. Girish for their presence. Thank you, my dear colleagues and students who supported this program and made it a great success. Thank you, ma'am.